പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈവ് സെഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും പ്രാവശ്യത്തോടെ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈവനിങ് സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് പിന്നെയും ഞങ്ങൾക്കൊന്നിച്ച് രൂപാന്തക്കൊള്ളും. അവിടുന്ന് ഒരുക്കിയ സാവകാശത്തിനായ സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമായി തീരണം. കർത്താവ് വിവിധ ഭാഗത്തു നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. കർത്താവ് നിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. അവിടുത്തെ പുണ്യാഹ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവ് നിൻ്റെ മഹത്വത്തിൻ്റെ ഒരു വാഹകരായി തിരുവാന്തക്കൂടെ ഞങ്ങളെ സഹായിച്ചാർത്ത് പ്രേക്ഷിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഈ ടെസ്റ്റ് മണിയുടെ അവസാന നിമിഷം വരെ നിൻ്റെ കൃപ കൂടിയിരിക്കണം. പ്രത്യേകമാകുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, വീഡിയോ കാണുന്ന ഓരോ മക്കളും നീ അനുഗ്രഹിച്ചാട്ടെ. അങ്ങനെ നീ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രസ്കല മാനം മുഖത്തോടത്തേക്ക് അർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാടകണമേ. അമേൻ, അമേൻ, അമേൻ. ഈ കാലഘട്ടത്തിൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസി പ്രിയ സിസ്റ്റർ സുഭാഷ് ശ്യാമാണ് നമ്മളോടൊപ്പം ഇന്ന് ടെസ്റ്റ് മണി പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിയുടെ സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. സുഖമായിരിക്കുന്നേ? സുഖമായി. ഓക്കെ. ട്രിവാൻഡ്രത്തു നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത് ഇല്ലയോ? ഓക്കെ ഓക്കെ സിസ്റ്റർ. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ ടെസ്റ്റിമണി പല ചാനലുകളിൽ കണ്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ്, വളരെ വ്യത്യസ്തതയുള്ള ജീവിതാനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേഗത്തിൽ തന്നെ നമ്മുടെ ആസാദിയുടെ ചാനലിൽ സിസ്റ്ററെ വിളിക്കാമെന്ന് ആഗ്രഹിച്ചത്. കാരണം നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ടെസ്റ്റ് മണിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവം. ബ്രഹ്മകുമാരിയൊക്കെ ആകാൻ അല്ലേ, കുറേ കാലം അങ്ങനെയൊക്കെ ജീവിച്ച ആളാണ്. ഞങ്ങൾ ഈ ബോംബെക്കാരായതുകൊണ്ട് ഇവിടെ ബ്രഹ്മകുമാരികളുടെ ഒരു നല്ല കേന്ദ്രമുണ്ട് ഇല്ലയോ? കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കാര്യങ്ങളെ എനിക്ക് ശരിക്കും അറിയുള്ളൂ. തിരുവനന്തപുരത്ത് ഉള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളെ എനിക്ക് അറിയുള്ളൂ. ശരി. പക്ഷെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളിടത്തേക്ക് പോകാനുള്ള അവസരം വന്നപ്പോഴേക്കും ഞാൻ തിരിച്ചു പോകുന്നു. എൻ്റെ അറിവിൽ ബോംബെയിലൊക്കെ ബ്രഹ്മകുമാരികളുടെ വലിയ കേന്ദ്രങ്ങളുണ്ടെന്നാണ് എൻ്റെ അറിവ്. പലപ്പോഴും നമ്മൾ ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവരുടെ ആളുകളെയൊക്കെ കാണുവാനിടയായിത്തീരും. കാരണം അതെ, തലോജയിൽ ഞങ്ങൾ കണ്ടായിരുന്നു. കാരണം അവരുടെ വസ്ത്രവിധാനം കൊണ്ട് നമുക്കറിയാമല്ലോ, വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ കണ്ടാൽ ഓർക്കും പെന്തക്കോസ്തിലെ നല്ല പെന്തക്കോസ്തിലെ ഏതോ മദർമാരാണെന്ന് ഓർക്കും. ബോംബെയിൽ ഞാനൊക്കെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മളിവിടെ ഈ ലോക്കൽ ട്രെയിനിലൊക്കെ ഫുൾ സ്ലീവ് വൈറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് ആളുകൾ പോകുമായിരുന്നു. അപ്പം നമ്മുടെ ചിന്ത ഇവരെല്ലാം പാസ്റ്റർമാരാണെന്നാണ്. കാരണം കേരളത്തിൽ കറുത്ത പാൻറ്റും ഫുൾ സ്ലീവ് ഷർട്ടും ഇടുന്നത് പാസ്റ്റർമാരാണല്ലോ, വൈറ്റ് ഷർട്ട്. പക്ഷേ ഈ ഗുജറാത്തികളെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നല്ല വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ധാരണ ഇവരൊക്കെ പാസ്റ്റർമാരായിരുന്നെന്നാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായത് പാസ്റ്റർമാരല്ല, ജോലിക്കാരൊക്കെ പോകുന്നതാണെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? ഞാൻ തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അരുവിക്കര. ശരി, അരുവിക്കര. മാതാപിതാക്കളൊക്കെയോ? മാതാപിതാക്കൾ കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാം കേട്ടോ. അതെ, അരുവിക്കരയിലാണ് പിതാവിന്റെ സ്ഥലം. അവിടെ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കൂടുതൽ പേരും അരുവിക്കര തന്നെയാണ്. എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ അരുവിക്കര സ്കൂളിലായിരുന്നു. UP സ്കൂൾ, LP സ്കൂൾ പ്രത്യേകമുണ്ട്, ഹൈസ്കൂൾ അരുവിക്കര ജംഗ്ഷനിലുണ്ട്. 2 സ്കൂളിലായിട്ടായിരുന്നു വിദ്യാഭ്യാസം മാത്രമല്ല, അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവിടെ കോപ്പറേറ്റീവ് ബാങ്കിലെ സ്റ്റാഫായിരുന്നു അച്ഛൻ. പിന്നെ അതുകൂടാതെ അവിടുത്തെ സാംസ്കാരിക സമിതികളിലൊക്കെ ഞങ്ങൾ കലാപരമായിട്ടൊക്കെ വളരെ അടുത്ത് ഇടപഴകുന്നവരായിരുന്നു. അങ്ങനെയൊക്കെ ആ നാടുമായിട്ട് വളരെ ആ കുട്ടിക്കാലം മുഴുവനും അരുവിക്കരയായിട്ടായിരുന്നു ബന്ധം. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറി. പിന്നെ അതിന് സമീപ പ്രദേശങ്ങളിലേക്ക് താമസം മാറേണ്ടി വന്നു. ജീവിത സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മാറാനിടയായി. അതെ, ഓക്കെ. അപ്പം ജനിച്ചു വളർന്ന പശ്ചാത്തലമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആരംഭത്തിൽ പറഞ്ഞൊരു ബ്രഹ്മകുമാരിയൊക്കെ ആയെന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ ഒരു പശ്ചാത്തലമായിരുന്നു ജനിച്ചു വളർന്നതൊക്കെ?
ഫസ്റ്റ് എന്റെ ജീവിതത്തില് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ ചിന്തിക്കുമ്പോ എല്ലാം കർത്താവിങ്കിലേക്കുള്ള വരവിന്റെ ഒരു പ്രാരംഭ പ്രവൃത്തികളായിരുന്നു എന്ന് തോന്നും. കാരണം എന്റെ ജാതകം എഴുതിയിരിക്കുന്നതനുസരിച്ച് ഞാനൊരു വലിയ ആത്മീയ ജീവിതത്തിലേക്ക് തിരിയുമെന്നുള്ള ഒരു അറിവ് ആ കുഞ്ഞുനാളിൽ കിട്ടിയിരുന്നു. അപ്പൊ മാതാപിതാക്കൾ എന്നെ ആ രീതിക്കാണ് വളർത്തിയത്. കാരണം എന്റെ പിതാവിന്റെ സഹോദരി ഒരു വലിയ ക്ഷേത്രമായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് അരുവിക്കരയില്. സ്വന്തമായിട്ടുള്ള ക്ഷേത്രമാണ്. അവിടുത്തെ കർമ്മി എന്റെ പിതാവിന്റെ സഹോദരിയാണ്. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ അവർക്ക് ജഡയൊക്കെ വളർന്നിട്ട് അവരൊരു ജഡാധാരിയായിട്ട് പൂജാകർമ്മങ്ങൾ മാത്രം മുഴുകി ജീവിക്കുകയാണ്. അവരുടെ ഗാർഹിക ജീവിതത്തിന് ശേഷം മക്കളുണ്ട്. മക്കൾ മുതിർന്നു. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു അത്തരത്തിലുള്ള ഒരു പൂജാരിണിയായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ കുടുംബ ദേവീദേവ സങ്കല്പങ്ങൾക്ക് അനുസൃതമായിട്ട് ഞങ്ങൾ കുറെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് വരുമ്പോ എനിക്ക് എന്റെ ഈ ജാതകം എഴുതുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ സമയത്ത് എനിക്കിട്ട പേര് ഈശ്വരി എന്നാണ്. അപ്പൊ ഞാൻ ഭാവിയിൽ അങ്ങനെ എന്തോ ആയിത്തീരും എന്നാണ് കുടുംബത്തിൽ എല്ലാവരും ചിന്തിച്ചിരുന്നത്. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മെ കണ്ട ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി ദൈവം അറിയിക്കുമ്പോ ഇപ്പൊ യേശു കർത്താവ് ജനിച്ച ആ കാലഘട്ടത്തില് യേശു കർത്താവിനെ ഒടുക്കി കളയാൻ വേണ്ടിയിട്ട് പിശാച് പലതരത്തിൽ നോക്കിയത്. അപ്പൊ അതുപോലെ വൈശാചിക ശക്തികൾക്ക് അറിയാതിരുന്നിട്ടുണ്ടാവണം ഞാൻ എന്റെ ദൈവത്തിൻ്റെതായി തീരുമെന്ന്. അതുകൊണ്ട് തന്നെ വരാതിരിക്കാൻ മാക്സിമം എല്ലാ പ്രൊമോഷൻസും അവിടെ തന്നെ തന്നു. ആ പ്രൊമോഷൻസിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ എന്റെ ഭക്തിയായിരുന്നു എന്ന് എനിക്ക് തോന്നും. കാരണം എനിക്ക് ഭയങ്കര ഭക്തിയായിരുന്നു. എന്നാൽ അതേ സമയം പാപ സ്വഭാവങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. എന്റെ വളരെ കുഞ്ഞു നാളിൽ തന്നെ എനിക്ക് കള്ളത്തരം ഒത്തിരി ഉണ്ടായിരുന്നു എന്നുള്ള എനിക്കറിയാം. കാരണം എന്റെ പപ്പയുടെ അച്ഛൻ അപ്പൂപ്പൻ അസുഖമില്ലാതെ കിടക്കുമ്പോ എന്നോട് വെറ്റില വാങ്ങാൻ പറഞ്ഞത്. അപ്പൊ വെറ്റില വാങ്ങാൻ പറഞ്ഞു വിടുമ്പോ ഞാൻ ഒരു ദിവസം പോകുമ്പോ ഞങ്ങളുടെ പറമ്പില് ധാരാളം കുരുമുളകുണ്ട്. അപ്പൊ കുരുമുളകിന്റെ ഇല ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഞാൻ പോയി ഒത്തിരി ദൂരം നടന്നിട്ട് പോകണം വെറ്റില വാങ്ങാൻ. ഞാൻ അതുകൊണ്ട് ആ ഇല പറിച്ചു. ആ ഇല അതിന്റെ ഭംഗി കണ്ടപ്പോ ഞാൻ കരുതി ഇത് തന്നെയാണ് ആ ഇല എന്ന് കരുതി അത് പറിച്ചു കൊണ്ടുവന്നു. അത് മിക്സ് ചെയ്ത് ഞാനാണ് ഇടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇടിച്ച് ചുരുട്ടി അപ്പൂപ്പന്റെ കൈ കൊടുത്തു. അപ്പൂപ്പൻ അത് വായിലിട്ട് ചവച്ചപ്പോ കുരുമുളക് ഇലയാണ്. അപ്പൂപ്പൻ ഒച്ച വെച്ചു. കിടരോഗിയായിരുന്നു അപ്പൂപ്പൻ. പക്ഷെ ആള് ഭയങ്കര ധാർഷ്ട്യമുള്ള ആളായിരുന്നു. ഒച്ച വെച്ചു. അപ്പൊ എന്റെ പിതാവ് ഓടി വന്നു. അപ്പൊ പറഞ്ഞു, നിന്റെ മോൾ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു 4-5 വയസ്സേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആ പാപ സ്വഭാവം വളരെ കുഞ്ഞുനാളിലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ ഞാനത് ചിന്തിക്കും. ഞാൻ അത്രയും കരുതി കൂട്ടി ഏറ്റവും തന്ത്രപരമായിട്ട് അതൊക്കെ ചെയ്തല്ലോ. അപ്പൊ എങ്കിലും ഭയങ്കര ഭക്തിയായിരുന്നു. വളരെ കുഞ്ഞുനാൾ മുതൽ ശബരിമലയിൽ പോവുക, വർഷാവർഷങ്ങളിൽ ശബരിമലയിൽ പോവുമായിരുന്നു. പിന്നെ എവിടെല്ലാം പുണ്യസ്ഥലങ്ങളുണ്ടോ അവിടെ എല്ലാം പോകും. പിന്നെ എന്റെ ഒരു പിതാവിന് ശരിക്കും എന്റെ പിതാവിന്റെ ഒരു സ്വഭാവം വെച്ചാല് നല്ലൊരു സോഷ്യൽ മൈൻഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മതങ്ങളെയും വളരെയധികം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷെ ക്രിസ്തു മതത്തെ കുറിച്ച് എന്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു വെറുപ്പും ഒരു അകൽച്ച ഉണ്ടായിരുന്നു. കാരണം അത് വിദേശ മതമാണ്. പിന്നെ ബ്രിട്ടീഷുകാരാണ് അതിവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഈ ബൈബിൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു പുസ്തകമാണ്. അപ്പൊ എന്റെ അപ്പച്ചൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ആ സമയത്ത് അദ്ദേഹത്തോട് അത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ കുറവായിരുന്നു. അപ്പൊ അത്രയും വിദ്യാഭ്യാസം ഉണ്ട്. വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ട്. ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പക്ഷെ ബൈബിൾ നന്നായിട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് സ്ക്രിപ്റ്റും സോങ്സും ഒക്കെ എഴുതുന്ന ഒരു ശീലമൊക്കെ എന്റെ പിതാവിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്തിയിരുന്നത് കൊണ്ടും പിന്നെ ഈ പെന്തക്കോസ്ത് വിഭാഗത്തെ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വെള്ളയും ഇട്ടവരെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, വയറ്റുപിഴപ്പിന് നടക്കുന്നവരാണ് ഇവരൊന്നും ജോലിയില്ല, കള്ളന്മാരാണ്, ജോലി ചെയ്യാതെ കാശുണ്ടാക്കും. അപ്പൊ കുഞ്ഞു നാൾ മുതൽ ഞാനിത് കേട്ട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. അപ്പൊ എന്റെ സ്കൂളിനടുത്തായിട്ടൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയുണ്ട്. അവിടെ ഈ തപ്പ് കൊട്ടുന്ന സൗണ്ട്, തപ്പേറ് കൊട്ടുന്ന സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ എന്റെ കൂടെ പിതാവ് വരുമ്പോ പരിഹസിച്ചാണ് പറയാറ്. അപ്പൊ എന്റെ കുഞ്ഞു മനസ്സിൽ തന്നെ ഒരു പരിഹാസമാണ് ഈ വിഭാഗത്തോട്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് മുഖത്തിരിക്കുന്ന ഒരു പ്രശ്നമില്ല. ഞാൻ ഡിഗ്രി ലെവൽ വരെ പഠിക്കുമ്പോ ഇത്തരക്കാരെ കാണുമ്പോൾ എനിക്ക് വലിയ അവജ്ഞയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മകുമാരീസിലേക്ക് മാറുന്നത് ഒരു 19 വയസ്സ് മുതലാണ്. അപ്പൊ അതിനു മുന്നേ ആയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള മതാചാരങ്ങൾ ഒത്തിരി പഠിച്ചു വെച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രഹ്മകുമാരീസിലേക്ക് ചെല്ലുന്നത്. അതെന്റെ ഒരു വലിയ ഒരു താല്പര്യമായിരുന്നു. അതോടൊപ്പം എന്റെ ജീവിതത്തിലെ ഗതികേടുമായിരുന്നു.
എന്റെ മാതാപിതാക്കൾ, എന്റെ പിതാവിന്റെ ജോലി നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സമ്പത്ത്, ഞങ്ങളുടെ വസ്തുവകകള്, വീട് എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾ വലിയ സാമ്പത്തിക തകർച്ചയിലായി വഴിയാധാരമായ ഒരു സമയത്ത്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ബ്രഹ്മകുമാരീസ് എന്ന സംഘടനയായിട്ട് പരിചയത്തിലാകുന്നത്. അപ്പൊ അതിന് കുറച്ച് നാൾ മുന്നേ എന്നെ ഡിഗ്രിയിൽ പഠിപ്പിക്കുന്ന ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള അധ്യാപകൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി, ഇത് ഏറ്റവും നല്ലതല്ലേ. അപ്പൊ അദ്ദേഹം ഒരു ഗാർഹിക ജീവിതത്തിൻ്റെതായ രീതിയിലാണെങ്കിൽ അദ്ദേഹം ബ്രഹ്മചാരിയാണ്, ആ സഹോദര കുടുംബത്തിൽ താമസിക്കുകയാണ്. അപ്പൊ അങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ബ്രഹ്മകുമാരീസിലോട്ട് പോയപ്പോ കുറെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോ എന്റെ അതുവരെയുള്ള വിശ്വാസം മുഴുവനും പൊളിയാൻ തുടങ്ങി. കാരണം വിഗ്രഹാരാധനയെ കുറിച്ച്, പിന്നെ ഈ കർമ്മ ആചാരങ്ങളെ കുറിച്ചൊക്കെ മറ്റൊരു വ്യത്യസ്ത തലത്തിലേക്കാണ് ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്റെ വിശ്വാസം തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ ഞാൻ ഒരു 2 വർഷത്തോളം ബ്രഹ്മകുമാരീസിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഞാൻ ഒരു തീവ്രവാദ മനസ്സ്, അതായത് ഈ കാണുന്ന ഒന്നും അല്ല ശരി. ശരിക്കും പറഞ്ഞാല് ഹൈന്ദവ മതവിശ്വാസം അനുസരിച്ച് ഞാൻ പൊക്കോണ്ടിരുന്നതും അല്ല ശരി, ഇപ്പൊ കണ്ട ബ്രഹ്മകുമാരീസും അല്ല ശരി. അപ്പൊ ശരി എന്താണെന്ന് എനിക്ക് പഠിപ്പിക്കണം. അതിന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആധ്യാത്മിക പുസ്തകങ്ങളാണ്. അപ്പൊ ഞാൻ അത് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചു. വിഗ്രഹാരാധന പാടില്ലെന്ന് പറഞ്ഞ ആചാര്യനാണല്ലോ, അപ്പൊ അങ്ങനെ പഠിച്ചു. വിവേകാനന്ദ സ്വാമികളിലേക്ക് പോയി, ഗാന്ധിജിയിലേക്ക് പോയി. അപ്പൊ എനിക്ക് ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹത്തിലേക്ക് വന്നു. കാരണം നമുക്ക് ഇതിഹാസങ്ങൾ 2 ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ഇതിഹാസങ്ങളെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം. ശരിക്കും എഴുത്തച്ഛൻ ഒരു വലിയ സാമൂഹ്യ പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഈ പുതിയ കാലഘട്ടത്തില് ഒരു പുനരാവിഷ്കരണത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്രയോജനം സമൂഹത്തിന് ചെയ്യും. അല്ലാതെ കാണിക്കുന്നതൊക്കെ ഒരു അബദ്ധമാണെന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു തീവ്രവാദ ചിന്തകളൊക്കെ കടന്നു വന്നു. അതോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് സഹോദരന്മാരുടെ കൂട്ടുകെട്ടൊക്കെ കിട്ടി. പിന്നെ കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ കൂടെ കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഒരു വലിയ ടീം വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോ എനിക്ക് ഏറ്റവും വെറുപ്പായിട്ട് നിന്നത് ഈ ക്രിസ്ത്യാനികളാണ്. കാരണം ക്രിസ്ത്യാനികളെ എന്റെ മുന്നിലോട്ട് വേണ്ട. ഇപ്പൊ ഞാൻ ഓർക്കും, കർത്താവിനെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഖർവാപ്പസി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഞാനായിരുന്നു. അത്രയ്ക്കും മാത്രം എനിക്ക് ക്രിസ്ത്യാനികളോട് ഈർഷ്യയുണ്ടായിരുന്നു. കാരണം എനിക്കിതൊരു മതം എന്നതിലപ്പുറം ഒന്നും അറിയില്ല, അറിയാൻ താല്പര്യമില്ല. അപ്പൊ എന്റെ അമ്മ ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അമ്മ ക്രിസ്തീയ കോൺവെന്റിൽ നിന്ന് വളർന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് വിവാഹത്തിന് കൊണ്ടുവന്ന ഹിന്ദു കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. പക്ഷെ അമ്മ വായ് തുറന്ന ഒരു കാര്യം ക്രിസ്തീയതയെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ എനിക്ക് വളരെ കുഞ്ഞുനാൾ മുതലേ താല്പര്യമില്ല. അപ്പൊ എന്തെങ്കിലും സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു വരുമ്പോ അത് ബൈബിളിലെ സ്റ്റോറിയാണെന്ന് ഞാൻ കേൾക്കണ്ടെന്ന് പറയും. എന്നാൽ ആമേമുയലിനെ കുറിച്ചോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു മനസ്സ് എനിക്ക് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ക്രിസ്തീയതയെ വെറുക്കുന്ന ഒരു സ്വഭാവം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ആ ബ്രഹ്മകുമാരീസിൽ നിന്ന് ബ്രഹ്മചര്യം അവസാനിപ്പിച്ച് തിരിച്ചു വന്നിട്ട് എന്റെ ഒരു വിശ്വാസം ഈ രീതിയിൽ തന്നെ തുടർന്ന് പോകാം. മാതാപിതാക്കളെയൊക്കെ നോക്കി ഞാനൊരു ടീച്ചറായപ്പോഴേക്കും, സ്കൂൾ ടീച്ചറായി. അപ്പൊ എന്റെ ആഗ്രഹം അനുസരിച്ച് എനിക്ക് വിദ്യാഭ്യാസത്തിൽ ഒരുവിധം സംതൃപ്തിയിലേക്ക് വന്നു. കാരണം MA BEd കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് PGDCA ചെയ്തു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് PGDCJ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ജേർണലിസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഇരിക്കുന്നു. അതോടൊപ്പം സ്ക്രിപ്റ്റ് വർക്കിനായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വർക്ക് ചെയ്തപ്പോ ഒരു 2.5 മണിക്കൂറുള്ള ഒരു നല്ല വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പൊ അത് രാമായണ സാരം എന്ന് പറഞ്ഞിട്ടൊരു വർക്കാണ്. അത് ചെയ്തപ്പോ അത് കേട്ടവർക്കെല്ലാം ഭയങ്കര അതിശയായി. അപ്പൊ എനിക്ക് എന്റെ പ്രായത്തെക്കാൾ കവിഞ്ഞ ഒരു പക്വതയും പാകതയും ഗ്രാഹ്യവും ഒക്കെ ഉണ്ടെന്ന് കണ്ടപ്പോ എന്റെ പിതാവ് എന്നെ ഒത്തിരി പ്രൊമോട്ട് ചെയ്തു. കാരണം അദ്ദേഹം നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, ഒത്തിരി പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞങ്ങൾ കുടുംബമായിട്ട് കലാകാരാണ്. ഒത്തിരി കലാകാരന്മാർ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന ഒരു അനുഭവമാണ്. എന്റെ അമ്മ കലാകാരിയാണ്, സഹോദരൻ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ മുഴുവനായിട്ടും ഒരുമിച്ച് ചേർന്ന് ഈ പ്രോഗ്രാം അങ്ങ് സക്സസ് ആക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിന്റെ എല്ലാ പണികളും നടക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സില് നമ്മുടെ ചുറ്റുപാടിൽ നിറയെ ക്രിസ്ത്യൻ കുട്ടികളാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിൽ ഇവരെല്ലാം നമ്മളോട് വലിയ സ്നേഹമാണ്. അപ്പൊ എനിക്ക് ഇവരിൽ നിന്നൊരു വലിയ സെലക്ഷൻ വേണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തു, അവരെ പ്രാക്ടീസ് ചെയ്യിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാത്രി 8-8:30 ആകുമ്പോൾ മുതൽ 12 മണി വരെ വീട്ടില് മുറ്റത്ത് വലിയൊരു ടെന്റൊക്കെ ഇട്ട് പ്രാക്ടീസ് ആണ്. അതെല്ലാം കഴിഞ്ഞ് അവരെ വിടും. അപ്പൊ അവരുടെ മാതാപിതാക്കൾ ചിലരൊക്കെ എതിർപ്പ് പറഞ്ഞു. അതൊക്കെ ഞാൻ അവഗണിച്ചു. ഞാൻ അവരോട് സ്നേഹം കൊണ്ട് അതൊക്കെ ഇങ്ങനെ അടച്ചിട്ട് അവരെ കൂടെ ചേർത്ത് നിർത്തി.
ഒടുവിൽ അത് പെർഫോം ചെയ്തു. ഫസ്റ്റ് ഇനാഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു അഭിപ്രായമായി അങ്ങനെ ഇരിക്കുകയാണ്. അത് എന്റെ ജീവിതത്തിലെ ഒരു വശം. അതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാല് കടക്കെണിയിൽ തകർക്കപ്പെട്ട അനുഭവത്തിലായിരുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഒരു പ്രപ്പോസൽ വരുന്നു. ആ പ്രപ്പോസൽ വന്നിട്ട് അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു ലൈഫിലോട്ട് കയറാൻ താല്പര്യമില്ല നിൽക്കണം. അപ്പൊ അദ്ദേഹം എന്റെ അമ്മയോടാണ് സംസാരിക്കുന്നത്. അപ്പൊ അമ്മ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അമ്മ രക്ഷിക്കപ്പെട്ടത് ഒരു അത്ഭുതമാണ്. യാദൃശ്ചികമായിട്ടാണ് അമ്മ രക്ഷിക്കപ്പെടുന്നത്. അമ്മയ്ക്ക് ഈ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടൊരു മറിയയോടുള്ള ചായ്വുണ്ട്. അപ്പൊ രഹസ്യത്തിലൊക്കെ അമ്മ മറിയയോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ ഈ ക്രിസ്മസ് അതുപോലെ ഈസ്റ്റർ അങ്ങനെയൊക്കെ വരുമ്പോ സാമുദായിക ചർച്ചസിൽ പോകാറുണ്ട്, വിഗ്രഹങ്ങളുള്ള ചർച്ചസിൽ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ട് അമ്മ നേർച്ച കാഴ്ചകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കും. പിന്നെ ആകെ ഉള്ള ഒരു സന്തോഷം എല്ലാവരും ഒരുമിച്ച് പുറത്തൊന്ന് പോകാൻ പറ്റുന്നു, ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷമേ ഉള്ളൂ. പക്ഷെ അമ്മ ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു അനാചാരമാണല്ലോ. നമുക്ക് ബൈബിൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ശരിക്കും അമ്മ മറിയെ ഒരിക്കലും അങ്ങനെ ആശ്രയിക്കാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. പക്ഷെ അമ്മ അങ്ങനെയൊക്കെ രഹസ്യത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ അമ്മ ഒരു ഹൈന്ദവ കുടുംബത്തിനകത്ത് ആ രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പോ യാദൃശ്ചികമായിട്ട് ഞങ്ങളുടെ വീടിനടുത്തായിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ അമ്മ നിൽക്കുമ്പോൾ അമ്മ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരു സഹോദരി വന്നിട്ട് അമ്മയോട് ചേർന്ന് നിന്നു. പല പ്രാവശ്യം ചേർന്ന് നിന്നപ്പോ അമ്മ മാറി മാറി നിൽക്കുന്നു. അമ്മ സ്കൂളിലെ ടീച്ചറായിരുന്നു, നൃത്താധ്യാപികയായിരുന്നു. അപ്പൊ അങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരടുത്തേക്ക് ചേർന്ന് വന്ന് നിന്നിട്ട് പറഞ്ഞു, സിസ്റ്ററിന്റെ ഉള്ളിൽ ഒരു കടൽ ഇറങ്ങുന്നുണ്ട്, അപ്പോ ആത്മഹത്യ പ്രവണത കാണിക്കുന്നുണ്ട് കുടുംബത്തില്, ദൈവത്തിങ്കലേക്ക് വരണം, നിത്യ സമാധാനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചു. പക്ഷെ അമ്മയ്ക്ക് ആ സിസ്റ്ററോട് ഒരു താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം ഒരു പരിചയമില്ല. വന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, വരാമോ എന്ന് ചോദിച്ചു. അവരെ നിർബന്ധിച്ചിട്ട് ഒരു 1/2 കിലോമീറ്ററിനുള്ളിലാണ് അവരുടെ വീട്. അവിടേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി. അന്നത്തെ ആ കൂട്ടായ്മയില് അമ്മ രക്ഷിക്കപ്പെടാനിടയായി. പക്ഷെ അമ്മ രക്ഷിക്കപ്പെട്ടത് ഞങ്ങൾ അറിയുന്ന ചില വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം അമ്മയുടെ പാട്ടിന്റെ രീതി വ്യത്യാസം വരുന്നു. അമ്മ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈയടിക്കുന്നു, ഒച്ച വെക്കുന്നു. ഇതൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പ്രധാനമായിട്ട് എന്റെ സഹോദരൻ വലിയ പ്രശ്നക്കാരനല്ല, പക്ഷെ എന്റെ പിതാവും ഞാനും അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. എന്റെ ഒരു ഭക്തിയുടെ പ്രകടനം പിന്നെ കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഏറ്റവും ഒച്ചത്തിൽ പാട്ടിടും. എന്നിട്ട് അമ്മ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത വിധത്തില് മാക്സിമം സൗണ്ട് വെക്കും. അല്ലെങ്കിൽ ടെലിവിഷൻ ഓൺ ചെയ്തിട്ട് ഒരു താല്പര്യമില്ലാത്ത, എനിക്ക് കാണാൻ ഒരു താല്പര്യമില്ലാത്ത പ്രോഗ്രാം ഏറ്റവും സൗണ്ട് വെച്ചിട്ട് കേൾക്കും. അപ്പൊ അങ്ങനെയൊക്കെ അമ്മ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അമ്മയോട് വഴക്കിടാൻ തുടങ്ങി. അമ്മ ഇങ്ങനെ പോകരുത്, സാധാരണ നമ്മൾ പണ്ട് പോകുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ചർച്ചിൽ പോയാൽ കുഴപ്പമില്ല, ഇങ്ങനെ കൈയടിച്ച് വിളിക്കുന്നവരുടെ അടുത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് അമ്മയെ നിരന്തരമായിട്ട് പിന്നെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ അമ്മയുടെ രഹസ്യത്തിലുള്ള പ്രാർത്ഥന, പിന്നെ അമ്മ ശരിക്കും പറഞ്ഞ അമ്മ ഒതുങ്ങി. ഞാൻ പിന്നീട് ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾ കൂടും കണ്ടിരിക്കുന്ന യഹോവയുടെ യാഗപീഠങ്ങളിൽ തന്നെ. അതുപോലൊരു അനുഭവമായിരുന്നു അമ്മയ്ക്ക്. അമ്മ ഒളിച്ചിരുന്നൊക്കെയാണ് പിന്നെ പ്രാർത്ഥിക്കുന്നത്. മുറി അടച്ച് രഹസ്യത്തിൽ, അതിൽ ഞാൻ ഉറങ്ങിയിട്ട് അങ്ങനെയൊക്കെ അമ്മ പ്രാർത്ഥിക്കുള്ളൂ. ഞാൻ അങ്ങനെ ഭയങ്കര റിബല്യസ് ആവാൻ തുടങ്ങി. ഭയങ്കര ദേഷ്യമായി എനിക്ക്. എന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്റെ പിതാവ് വളരെ ശാന്ത സ്വഭാവമാണ്, വളരെ സ്നേഹമാണ്, എല്ലാമാണ്. ഈ കാര്യം പറഞ്ഞ് മാത്രം ഞങ്ങൾ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ. അതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വലിയ കടക്കെണിയിലാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനേ കഴിയുന്നില്ല. അപ്പൊ ഒരു വിവാഹ പ്രപ്പോസൽ വന്നപ്പോ നടത്തണം എന്നൊന്നും ആർക്കും ഒരു താല്പര്യമില്ല. എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ പെൺകുട്ടിയല്ല ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾ ഒരു ക്രിസ്തീയ പയ്യന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്, അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ പുള്ളി അത് ഫോണിലൂടെയാണ് അവർ തമ്മിലാണ് സംസാരിക്കുന്നത്. അപ്പൊ പുള്ളി ആദ്യമായിട്ട് പറഞ്ഞു, അത് പിന്നെ ആയാലും ആകാലോ അമ്മ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ദൈവം അത് കണക്കിട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഈ സന്യാസം കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ആളാണെന്നൊക്കെ അദ്ദേഹം നാട്ടുകാർ പറഞ്ഞു. ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞൊരു ഭയങ്കര സംഭവമായിരുന്നു ഞാൻ സന്യാസത്തിലേക്ക് പോയതും ഞാൻ തിരിച്ചു വന്ന അത് 2 സംഭവം. അതായത് എന്റെ മുടിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ മുറിച്ചു. ഫുൾ വെള്ള ഡ്രസ്സിൽ ഇങ്ങനെ പോയതൊക്കെ നാട്ടുകാർ കണ്ടിട്ട് അവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം മുഴുവനും പടം വരയ്ക്കുന്ന പോലെ നെച്ചു മുഴുവൻ പൊട്ടും കുറിയും പിന്നെ അലങ്കാരവും, നടക്കുമ്പോ ഒരു കിലുക്കമാണ്, നിറയെ കുപ്പിവെള്ളയൊക്കെ ഇട്ട്, കാലിൽ മിഞ്ചി കൊലുസ്,
അങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ ഒരു കലാകാരി എന്നുള്ള രീതിക്ക് സമൂഹത്തിൽ നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിക്ക് നടന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം ഉപേക്ഷിച്ച് മുടിയും മുറിച്ച് വെള്ള വസ്ത്രവും ധരിച്ച്, സത്യത്തില് ഈ ഹൈന്ദവ രീതി അനുസരിച്ച് വെള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ വിധവകളാണ് ധരിക്കുന്നത്. അപ്പൊ എന്റെ അനിയൻ അതിനെക്കുറിച്ച് വളരെ വിഷമമായിട്ട് എഴുതി എന്റെ കയ്യിൽ ഒരു പേപ്പർ തന്നു. എനിക്ക് നീ ഒരു വിധവയെ പോലെ നടക്കുന്ന കാണാൻ വയ്യാന്ന് പറഞ്ഞു. അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാരുടെ മൗന സമ്മതത്തോടു കൂടിയാണ് ഞാൻ ആ സന്യാസത്തിന് പോകുന്നത്. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ നാട്ടുകാരെല്ലാം അറിഞ്ഞു. പിന്നെ പല തരത്തിൽ ഇങ്ങനെ സംസാരം പല രീതിയിലാണ്. ഇനി വിവാഹം കഴിക്കൂ. ഒരു മനുഷ്യൻ നേരിട്ട് വന്ന് എന്നോട് ചോദിച്ചു, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ അതോ ഇങ്ങനെ തന്നെ തുടരൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ആ ഒരു രീതിക്ക് ഞാൻ അല്പമായിട്ട് ജാള്യതയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി നടക്കുന്ന ഇച്ചിരി നാണക്കേടിലൊക്കെയാണ്. പക്ഷെ പിന്നെയും കലാപരമായ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയി. ഞാൻ പിന്നെ സ്കൂളിലേക്ക് ടീച്ചിങ്ങിന് പോകുന്നു. അപ്പൊ പിന്നെ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അങ്ങനെ സോൾവ് ആയി നിൽക്കുമ്പോഴാണ് ഈ വിവാഹ പ്രപ്പോസൽ വരുന്നത്. വിവാഹ പ്രപ്പോസലില് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹം കടും പിടുത്തം പിടിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇത്രയും കടും പിടുത്തം പിടിക്കുന്നത്. പക്ഷെ പിന്നത്തേതിലാണ് മനസ്സിലായത് ഇദ്ദേഹം അതിനേക്കാൾ വലിയൊരു സന്യാസിയായിരുന്നു. ഇദ്ദേഹം വീടിനുള്ളില് ഒരു ക്ഷേത്രം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് രാവിലെ 5:30, 6 മണി മുതൽ 8, 9 മണി വരെ അതിന്റെ ഉള്ളിൽ പൂജയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു അതുപോലൊരു വട്ടത്തെയാണ് കൂടെ കിട്ടുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ ആയിരിക്കണം അദ്ദേഹം ഈ കടുംപിടുത്തം പിടിച്ചത്. ഏകദേശം 2 വർഷം പ്രപ്പോസൽ വന്നിട്ട് വിവാഹം നീണ്ടുപോയി. കാരണം ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമേ ഇല്ല. അപ്പൊ അവര് മറ്റൊരു പ്രപ്പോസലിന് പോകുന്നുമില്ല. അങ്ങനെ നിന്നിട്ട് ഒടുവിൽ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ കരുതി എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ബാധ്യതകളും പ്രശ്നങ്ങളും വേദനകളും എന്റെ മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പ്രയാസങ്ങളെല്ലാം ഇനി മാറുമല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ അവിടേക്ക് വന്നു. പക്ഷെ എന്റെ അനുഭവത്തില് സംഭവങ്ങളെല്ലാം വീണ്ടും മാറി മറിയുകയായിരുന്നു. അടുത്ത വലിയ കടക്കെണിയിലേക്ക് ഞങ്ങൾ പോയി. ഹസ്ബൻഡ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസ് മുഴുവനും തകരാനിടയായി. വലിയ കടബാധ്യതയിലേക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 3.5 വർഷമാകുമ്പോ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം കടക്കെണിയിലായി. എനിക്ക് ഒരു കുഞ്ഞിനെ കർത്താവ് ദൈവം നൽകി തന്നു. അപ്പോഴും നമ്മൾ കർത്താവ് എന്ന് പറയുന്നില്ല, ദൈവം നൽകി തന്നു. ഞാൻ ഏറെ ആഗ്രഹിച്ചു കിട്ടിയ മകളാണ്. അവൾക്ക് ഒരു 9 മാസമായപ്പോ മുതൽ അവളുടെ ശരീരത്തിൽ ഒരു ഡെഫിഷ്യൻസി കാണാൻ തുടങ്ങി. ആ ഡെഫിഷ്യൻസി ഡോക്ടേഴ്സ് പറഞ്ഞത് അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ശരീരം ബലഹീനാകും. അപ്പൊ ഞങ്ങളുടെ വീടിന് കുറച്ചപ്പുറം അങ്ങനെ ഒരു കുഞ്ഞുണ്ട്. അവള് കിടരോഗിയായിട്ട് കിടക്കുകയാണ്. അവളുടെ മാതാപിതാക്കൾ വളരെ ദുഃഖിക്കുന്നതൊക്കെ എനിക്കറിയാം. അപ്പൊ അത് ഈ അസുഖം കാരണമല്ല, കുഞ്ഞിന് വേറെന്തോ ഒരു രോഗമാണ്. പക്ഷെ കിടന്നു പോയി കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തുന്നത്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ നടക്കാത്തൊരു കുഞ്ഞായിരിക്കുമ്പോ എങ്ങനെയായിരിക്കും, ഞാൻ അതൊക്കെ ചിന്തിക്കുമ്പോ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. പിന്നെ മരണത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോ ഈ കുഞ്ഞിന് ഒരു 2 ആഴ്ച കൂടുമ്പോ പനി വരും. ആ പനി വരുന്ന സമയത്ത് ഞാൻ കയ്യിലെടുത്ത് വെക്കുമ്പോ ഞാൻ കൊതിക്കാറുണ്ട് ഈ കുഞ്ഞിങ്ങനെ അങ്ങ് മരിച്ചു പോയെങ്കിലും. കാരണം എനിക്കൊരു കിടരോഗിയായിട്ട് കാണാൻ വയ്യ. അപ്പൊ അതിനേക്കാൾ ഭേദം അങ്ങനെ അങ്ങ് മരിച്ചു പോകുന്നതായിരിക്കും എന്ന് ചിന്തിച്ചു. കാരണം ഈ കുഞ്ഞിനെ എങ്ങനെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ രണ്ടാളും മുഖത്തോട് മുഖം നോക്കി ഇരുന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തില് ഈ കുഞ്ഞിനെ ഇങ്ങനെ ഒരു രോഗിയായിട്ട് കണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങൾ ആകെ തളർന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് എല്ലാവരോടും പറയാനും കഴിയുന്നില്ല. ഞങ്ങളെ എല്ലാവരും മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ വല്ലാത്തൊരു ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലായി. എന്നാൽ ഞങ്ങൾ പുറമെ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. സ്കൂളിൽ ടീച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അദ്ദേഹം ജോലി കാര്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഉണ്ട്. ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്കൊരു രഹസ്യത്തിലുള്ള ആഗ്രഹം എത്രയും വേഗത്തിൽ മരിക്കണം. കാരണം അദ്ദേഹത്തിന്റെ 2 വീലർ ഞങ്ങളുടെ സിറ്റി ഏരിയയിൽ വെച്ച് തന്നെ കുറച്ച് ഗുണ്ടകൾ വന്ന് പിടിച്ചു വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ അവർ കത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയ്ക്ക് മാത്രം ഭീഷണികളായിരുന്നു. അപ്പൊ ലക്ഷങ്ങളുടെ കടബാധ്യതയാണ്. എങ്ങനെ തീർക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. താമസിക്കുന്ന വീട് വരെയും ജപ്തിയായി. ഞങ്ങൾക്ക് മുന്നിലോട്ട് പോകാനേ പറ്റും. ആ ഒരു സാഹചര്യം ആയിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ രാമായണ സാരം എന്ന പ്രോഗ്രാമും റിലീസാകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു സഹോദരനായിട്ട് കൂട്ടുകെട്ടില് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ക്രിസ്തീയ കുട്ടികളെ കൂടി നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാക്കണം. അപ്പൊ അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ രഹസ്യമായിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഹസ്ബൻഡ് ശബരിമല പോകാൻ വ്രതാനുഷ്ഠാനത്തിലായിരിക്കുകയാണ്. 41 ദിവസം ആവുമ്പോ പോകണം. 37ാമത്തെ ദിവസമാണ് അദ്ദേഹവും ഞാനുമായിട്ട് 36ാമത്തെ ദിവസം അമ്മയെ കാണാൻ ചെല്ലുമ്പോ അമ്മ പറഞ്ഞു നിങ്ങൾ നാളെ ഒന്ന് ചർച്ച് വരെ വരണം. എന്റെ സഹോദരൻ അവിടെ വരും എന്ന് പറഞ്ഞപ്പോ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ വരണം. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അതിനെന്താ ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു.
സത്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങള് തീച്ചൂളയിലാണ് നിൽക്കുന്നെങ്കിലും ഞങ്ങൾക്കത് പുറമേ കാണിക്കാൻ താല്പര്യമില്ല. മറ്റൊരു ആശ്വാസത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഞങ്ങൾക്ക് മതി. പിന്നെ അത് കൂടാതെ ഞങ്ങൾ ഒത്തിരി നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റമില്ല ഞങ്ങളുടെ അവസ്ഥയ്ക്ക്. എവിടെല്ലാം പോകുമ്പോ അവിടെ എല്ലാം പോയി. പലിശയ്ക്ക് കാശെടുത്തിട്ടാണേലും ചെയ്യാൻ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും ചെയ്തു നോക്കി. എല്ലാ പൂജാവിധികളും ചെയ്തു നോക്കി. ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, രാത്രിയിൽ ഉറക്കമില്ല. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളല്ലാതെ കാണാനൊന്നുമില്ല. മുന്നോട്ടേക്ക് പോകാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു ചർച്ചിലും കൂടെ പോയിട്ട് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല അമ്മ വിളിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ചെല്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ സാധാരണഗതിയിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി പോകുന്നത് പോലെ ഒരുങ്ങിപ്പോയി. ഞങ്ങളുടെ അപ്പിയറൻസിലൊന്നും ഒരു വ്യത്യാസമില്ല. ഞങ്ങള് വളരെ ഒരു കർക്കശ മനോഭാവത്തിലാണ് പോകുന്നത്. കാരണം നമ്മളെ ആർക്കും കുലുക്കാൻ പറ്റില്ല, ആ ഒരു ചിന്തയാണ്. അപ്പൊ അവിടെ ചെന്നു. ആ ചർച്ചിനുള്ളിൽ കയറേണ്ടി വരുമെന്ന് ചിന്തിച്ചില്ല. പക്ഷെ അവിടെ ചെന്നപ്പോ പുറത്തെങ്ങും ആരും ഇല്ല. എല്ലാവരും അകത്തിരുന്ന് ആരാധിക്കുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ പിന്നെ സംഭവിച്ചതെല്ലാം ഈ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഞങ്ങള് വെറുത്തിരുന്ന ഞാന് പ്രത്യേകിച്ച് വെറുത്തിരുന്ന, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി പരിഹസിച്ചിരുന്ന കൂട്ടായ്മയിലേക്ക് എടുത്തെന്നെ ആരോ കൊണ്ടകത്തിരുത്തുന്നത് പോലെ ഞങ്ങൾ ഒരുമിച്ച് അകത്തേക്ക് കയറുന്നു. പുരുഷന്മാരുടെ വശത്ത് അദ്ദേഹവും സ്ത്രീകളുടെ വശത്ത് ഞാനും ഇരിക്കുന്നു. ആ കണ്ണ് തുറന്നങ്ങിരിക്കുകയാണ്. നോക്കുമ്പോ എല്ലാവരും അവിടെ കണ്ണടച്ചിരുന്ന് ഭയങ്കരമായിട്ട് ആരാധിക്കുകയാണ്. കൈയടിക്കുന്നതൊക്കെ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, ഇതൊക്കെ ഇത്രയും ഭ്രാന്തുണ്ടോ മനുഷ്യർക്കെന്ന് വിചാരിച്ചു. ഭയങ്കര കൈയടി, കൂക്കുവിളി, ഒരു ബഹളം. എനിക്കത് കൂക്കുവിളിയായിട്ടാണ് തോന്നിയത്. അവര് ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷെ എനിക്കത് അറിയില്ല. ആ ദേവദാസനും ദേവദാസിയും എല്ലാവരും ഒച്ച വയ്ക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൂട്ടത്തോടെ വട്ട് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. റിജക്ഷൻ മൈൻഡോട് കൂടി ഇരിക്കുകയായിരുന്നു. പക്ഷെ എപ്പോ എന്നെ എന്റെ ദൈവം ചേർത്ത് പിടിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് ആള് മാറിയ ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. അത് മാറ്റം എന്ന് പറയുമ്പോൾ നിസ്സാരമായിരുന്നില്ല. എന്റെ ജീവിതത്തിന്റെ അതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ആകുലതകളും പിഴുതെടുക്കുന്ന ഒരു അനുഭവം. എല്ലാ ടെൻഷൻസ്, ആ ഒരു അസമാധാനത്തിന്റെ അടിവേര് വരെ വലിച്ചു പിഴുതെടുത്ത് കളഞ്ഞിട്ട് ദിവ്യമായ സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു അനുഭവം. ഭയങ്കര ഒരു കുളിർമ അനുഭവിക്കുകയാണ്. ഭയങ്കര ഒരു ആശ്വാസം. ഒരു അമ്മയുടെ മാറിലേക്ക് ഒരു കുഞ്ഞ് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമ്പോ എത്തരത്തിലാണോ ഒരു കുഞ്ഞിന് സന്തോഷം ഉണ്ടാകുന്നത്, അതേ രീതിയിൽ ഞാൻ ആ സന്തോഷത്തിൽ അങ്ങ് രസിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണൊന്നും അടച്ചിട്ടില്ല. പക്ഷെ അവിടെ നടക്കുന്ന എന്താണെന്ന് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ദേവദാസൻ എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട്, അതൊന്നും മനസ്സിലാകുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അതിനൊക്കെ ഉപരിയായിട്ട് ഒരു സാന്നിധ്യം. അത് പിന്നത്തേതിലാണ് മനസ്സിലാകുന്നത് ദൈവ സാന്നിധ്യമാണ് എന്നെ ചേർത്ത് പിടിച്ചതെന്ന്. ആ സമയത്ത് മനസ്സിലാകുന്നില്ല. പക്ഷെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷവും ഒരു കുളിർമയും ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആര് ഞങ്ങളോട് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചോ മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ ഒരു ദിവ്യമായ സമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ ആ ദിവസം ദൈവം വേർതിരിച്ചു വെച്ചു. 2007 ഡിസംബർ മാസത്തിലാണ് അത്തരത്തിലൊരു അത്ഭുതം ചെയ്യാനായിട്ട് ദൈവത്തിന് മനസ്സായത്. അന്ന് ആ ആലയത്തിൽ നിന്ന് ഞങ്ങളെ കുടുംബമായിട്ട് പുറത്തിറങ്ങുന്നത് ആൾ മാറിയവരായിട്ടാണ്. ശരിക്കും ഞാൻ എന്റെ ഹസ്ബൻഡ് എന്നോടോ അനുവാദം ചോദിച്ചില്ല. നമുക്ക് ഇത് മതിയോ, ഇതുവരെയുള്ളതൊന്ന് സ്റ്റോപ്പ് ചെയ്യാമോ ഒന്നും ചോദിച്ചില്ല. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു 1/2 കിലോമീറ്റർ നിശബ്ദരായിരുന്നു, ഒന്നും സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയത്തിനകത്ത് ഒരു ചിന്തയേ ഉള്ളൂ, ഇദ്ദേഹം ഇത് അക്സെപ്റ്റ് ചെയ്യോ? അതായത് ഞാൻ ചിന്തിക്കുന്നു ഹസ്ബൻഡ് ഇത് അക്സെപ്റ്റ് ചെയ്യോ, ഹസ്ബൻഡ് ചിന്തിക്കുന്നു ഞാൻ അക്സെപ്റ്റ് ചെയ്യോ. പക്ഷെ നമുക്ക് കിട്ടിയ സന്തോഷം വിട്ടുകളയാൻ വയ്യ. ഇനി എന്താ വന്നാലും ഈ സന്തോഷത്തിനപ്പുറം ഇനി വേറൊന്നും വേണ്ട. അത് രണ്ടുപേരും ഹൃദയത്തിൽ തീരുമാനിച്ചു, പക്ഷെ പുറമെ പറയുന്നില്ല. അതോടൊപ്പം കുഞ്ഞിന് ഒരു ഭയങ്കര അത്ഭുതം സംഭവിച്ചത്, ഞങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോ ആ ദേവദാസൻ പറഞ്ഞു, മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഒരു രോഗം ദൈവം കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവൾക്ക് ഇങ്ങനെ ഒരു ഡെഫിഷ്യൻസി ആണ്, അതൊരിക്കലും ചികിത്സ മാറില്ല എന്നൊന്നും ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പോലും പറഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സിന് ഞങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോ ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നിർത്തി കൊടുത്തു. ഞങ്ങൾക്ക് പ്രാർത്ഥനയുടേതായിട്ടുള്ള വലിയ മാഹാത്മ്യത്തെ കുറിച്ചൊന്നും അറിയില്ല, അതുവരെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് ശാസിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് നിത്യതയിൽ വിശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു നിമിഷത്തെ ആ ഒരു പ്രാർത്ഥന അതെന്തായിരുന്നു ശ്രദ്ധിച്ചു പോലും ഇല്ല ഞങ്ങള്. എന്നാൽ 1 മാസത്തിന് ശേഷം ഞങ്ങൾ കുഞ്ഞിന്റെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ 1 മാസത്തെ കാര്യം തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കുറച്ച് ദൂരം ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറം വന്നു കഴിയുമ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എന്തോ ഒരു വലിയ സന്തോഷം മനസ്സിലേക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് അതുപോലെ പറഞ്ഞു, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല.
ഇതുവരെ ഉണ്ടായിരുന്ന ആ ടെൻഷൻസ് മുഴുവനും മാറിപ്പോയി. മനസ്സിനകത്തേക്ക് യാതൊരു ടെൻഷനും ഇല്ലാത്ത പോലെ, ഒരു ചിന്തയും വരുന്നില്ല. ഞങ്ങളുടെ കടബാധ്യതയെ കുറിച്ചോ, ഞങ്ങളുടെ നാളെ എന്ത് ചെയ്യും, അല്ലെ എപ്പോഴത്തെയും ചിന്ത അതാണ്. നാളെ എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും, കുഞ്ഞിന്റെ കാര്യം എന്താവും, നമ്മൾ എങ്ങനെ മരിക്കണം, എങ്ങനെ ആത്മഹത്യ ചെയ്യണം, അത് ഏത് തരത്തിൽ ആത്മഹത്യ ചെയ്താലാണ് 3 പേരും കൂടെ ഒരുമിച്ച് മരിക്കുന്നത്, ഇതൊക്കെയാണ് എപ്പോഴും മനസ്സിലെ ചിന്ത. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ സ്കൂളിൽ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി പോലും എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഇരുന്ന ഞങ്ങളുടെ മനസ്സിലേക്ക് ദൈവത്തിന്റെ ആ സമാധാനം വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ചിന്തയേ ഇല്ല, ഇങ്ങനെ ഒരു ആകുലതയേ ഇല്ല. ഹല്ലേലൂയ. എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു സന്തോഷമാണ് അത്. അത് ദൈവത്തിന്റെ മനസ്സലിവ് മാത്രമാണ്. കാരണം എന്റെ മാതാവ് ഒരിക്കല്, ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന അമ്മമാർക്ക് നമ്മളെ കാണുമ്പോൾ വേഗം മനസ്സിലാവുമല്ലോ. അപ്പൊ അമ്മ വന്നിട്ട് എന്നോട് ബൈബിൾ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മക്കളെ ഇതൊന്ന് വായിച്ചു നോക്കുക, നിനക്ക് ഒരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ ബൈബിൾ ഇങ്ങ് വാങ്ങിയിട്ട് ഞാൻ ഒറ്റ എറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, വല്ലവരും വല്ലതും എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടല്ല നമുക്ക് സമാധാനം വരേണ്ടത്, നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ശരിക്കും വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞത് ഏകദേശം ഞാൻ രക്ഷിക്കപ്പെട്ടൊരു 3 വർഷം കഴിയുമ്പോൾ ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പൊ എനിക്ക് ഈ സെന്റൻസ് ഓർമ്മ വരുന്നത്. ഞാൻ അന്ന് പറയുമ്പോൾ മനഃപൂർവ്വമായിരുന്നില്ല പറയുന്നത്, പക്ഷെ കർത്താവിന്റെ വചനത്തെ കുറിച്ച് കൊതിച്ചുകൊണ്ട്, കർത്താവിന്റെ വചനം കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തി പണ്ടിങ്ങനെ വിളിച്ചു പറഞ്ഞതും എടുത്തെറിഞ്ഞതുമായിട്ടുള്ള ആ ഒരു സമയത്ത്. അപ്പൊ ദൈവത്തിന്റെ വലിയ മനസ്സലിവാണ് ഞങ്ങളെ കുടുംബമായിട്ട് രക്ഷയിലോട്ട് കൊണ്ടുവന്നത്. ഞങ്ങളുടെ ഒരു തരത്തിലുള്ള യോഗ്യത നോക്കിയിട്ടോ, ഞങ്ങളുടെ അപേക്ഷ കേട്ടിട്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടിട്ടല്ല. പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത, ഒരു സഭ മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു കൂട്ടായ്മ, ഇപ്പൊ എന്റെ മാതാവും ആ കൂട്ടായ്മയും രഹസ്യത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, ഞങ്ങളും ഈ സത്യം അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങളുടെ ഒരു പോക്ക് കണ്ടിട്ട് വേഗത്തിൽ ജീവിതം അവസാനിപ്പിക്കും എന്നുള്ള ആ ഒരു വെളിപ്പാട് അവിടുത്തെ ആ ദേവദാസന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് അവര് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങള് ഈ രക്ഷിക്കപ്പെടുന്നതിന് ഒരു 3 മാസം മുന്നേ ഒരു വലിയ ജ്യോത്സ്യന്റെ അടുത്ത് പോയായിരുന്നു. അപ്പൊ ആ ജ്യോത്സ്യന്റെ അടുത്ത് പോയപ്പോ അദ്ദേഹം ഭയങ്കര ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഗണിച്ചു പറയുകയും കുഴിച്ചിടുന്നത് തോണ്ടിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ ചെല്ലുമ്പോ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ രണ്ടാളും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ലാത്ത 2 ധ്രുവത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ പോലും പ്രവർത്തിക്കാൻ പാടില്ലാത്ത നിങ്ങള് കുടുംബജീവിതം തുടങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ ഒരു 6 മാസത്തിനുള്ളിൽ മരിച്ചു പോവേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ 2 വഴിക്ക് പിരിയേണ്ടതായിരുന്നു. അപ്പൊ ഇത് 2 സംഭവിച്ചിട്ടില്ലാത്തത് തന്നെ ഒരു അത്ഭുതമാണ്. പക്ഷെ എന്തോ ഒരു ശക്തി നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ തകർന്നാണ് ചെല്ലുന്നത്, അവസാന കൈ പോലെയാണ് അവിടെ ചെല്ലുന്നത്. പുള്ളി പറഞ്ഞത്, പുള്ളി കബഡി നടത്തിയപ്പോ ആ ശംഖ് പുള്ളിയുടെ നേർക്ക് തിരിഞ്ഞു വന്നു. പുള്ളി പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ആ മൂർത്തിയാണ് നിങ്ങൾക്കെതിരായിട്ട് ശക്തമായ ആഭിചാരമായിട്ട് നിൽക്കുന്നത്, ആഭിചാര ശക്തിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ കുഞ്ഞുനാളിലെ നിങ്ങളുടെ 2 കുടുംബങ്ങളിൽ നിന്നും ആഭിചാര ശക്തിയുണ്ട്. അപ്പൊ ആ ശക്തിയെ ഞാൻ മാറ്റാൻ ശ്രമിച്ച എന്റെ കുടുംബത്തെ അത് സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണമെന്ന്. അപ്പൊ ആ കർമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നത്തേതിൽ വിശ്വാസത്തിൽ വന്ന ശേഷം ഞാൻ ചിന്തിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായില്ല ഏതോ ഒരു ശക്തി ഞങ്ങളെ പിരിയാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷെ എന്റെ കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ ആ സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്റെ കുടുംബ ജീവിതത്തെ ദൈവം പണിതത്. കാരണം എന്റെ വിവാഹം നടന്നത് ഒരു കാനാവിലെ കല്യാണം പോലെയാണ്. ഒരു കുറവും ഇല്ലാതെ ഏറ്റവും മനോഹരമായ ഒരു വിവാഹം ഹൈന്ദവ ആചാരപ്രകാരം ആണെങ്കിൽ കൂടിയും നടത്തപ്പെട്ടത്. ഞാൻ പിന്നത്തേതിൽ ചിന്തിക്കും, ഞങ്ങളുടെ ആ ഒരു വല്ലാത്ത പരിതസ്ഥിതിയില് ദൈവമാണ് മാന്യമായിട്ട് എന്റെ മാതാപിതാക്കളുടെ മാന്യത നിലനിർത്തുന്ന രീതിയിൽ ആ വിവാഹമൊക്കെ നടത്തി തന്നത്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും പിന്നത്തേതിൽ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇതൊക്കെ ദൈവം ഇങ്ങനെ ക്രമമായിട്ട് ഉചിതമായിട്ട് ചന്തമായിട്ട് ചെയ്തു വന്നതാണ്. അപ്പൊ ഞങ്ങൾ അന്ന് രക്ഷയുടെ സന്തോഷവും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിക്ക് തന്നെ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തെ ദൈവം തിരിച്ചു. പിന്നെ ഒരിക്കലും ഞങ്ങൾ ആ ഒരു മാർഗത്തിലേക്ക് തിരിയാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ ഉണ്ടായിരുന്ന ആ അബദ്ധങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് അനാചാരങ്ങൾ, ഒരുപാട് പ്രവൃത്തികൾ കൊണ്ട് ഒരു അല്പ സമാധാനം കിട്ടാൻ വേണ്ടി ഓടി നടന്നിരുന്ന ആ ഒരു അനുഭവമേ ജീവിതത്തിൽ നിന്ന് മാറി. അപ്പൊ അത് ഒരിക്കലും ഒരു മതം മാറ്റമല്ല. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് വേറൊരു വിഭാഗത്തിലേക്ക് ചാടല്ലല്ലോ. ഞാൻ 2 വർഷത്തോളം ബ്രഹ്മചര്യം സ്വീകരിച്ചു പോയത് ഒരു അല്പ സമാധാനത്തിനാണ്. എനിക്ക് അല്പം പോലും അങ്ങനെ ഒരു ചേഞ്ച് എന്റെ ജീവിതത്തിലേക്ക് കിട്ടുന്നില്ല.
ഞാനൊരു സംഘടനയും കുറ്റം പറയുന്നതല്ല. എന്റെ അനുഭവത്തിൽ എനിക്ക് ഒരിടത്തു നിന്നും സമാധാനം കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് പ്രധാനുഷ്ഠാനങ്ങളിലൊക്കെ നിരന്തരം മുഴുകിയ ആളാണ്. പക്ഷെ കിട്ടിയിട്ടില്ല. എന്നാൽ എങ്ങനെയാണോ ചോദിക്കുക പോലും ചെയ്യാതെ ചെന്നങ്ങ് നിന്നു കൊടുത്തപ്പോ ഇത്രയധികം സ്നേഹം കൊണ്ട് നിറച്ചത്, ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടോ, ഇത്രമാത്രം സമാധാനം തരുന്ന ഒരു ദൈവമുണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് നമ്മളെ ചേർത്ത് പിടിച്ച് അവൻ പിന്നത്തേതിൽ വചനം വായിക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അവൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ നീ പിണ്ഡാകാരമായിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ എന്നോട് നിരന്തരമായിട്ട് ദൈവം ഇടപെടാൻ തുടങ്ങി. മറ്റുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇങ്ങനെ വചനങ്ങൾ കൊണ്ട് ദൈവം പണിത് 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 ഏറ്റവും എനിക്ക് അപ്പോ വിലപ്പെട്ടതായിട്ട് വന്ന ഒരു വചനമാണ്, നിങ്ങളുടെ പാപം കടും ചുവപ്പായാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. കാരണം വിശുദ്ധ വേദപുസ്തകം എടുത്തറിഞ്ഞ ഞാൻ ഈ വിശുദ്ധ വേദപുസ്തകമായിട്ട് നടക്കുമ്പോൾ എന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു. ദൈവമേ, എന്നെ ശിക്ഷിക്കോ? എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും സംഭവിക്കുക? കാരണം ഞാൻ എറിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കർത്താവിന്റെ മനസ്സലിവ് എന്നെ കൂടുതൽ കൂടുതൽ വചനത്തിലോട്ട് പിടിച്ചടുപ്പിക്കുകയാണ് ചെയ്തത്. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലും ആ ഒരു മാസം ഞങ്ങൾ ഈ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യാനും അവളെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ മറന്നുപോയി. ഞങ്ങൾ ഇങ്ങനെ ഈ ചർച്ചിലെയൊക്കെ ഓടുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ദേവദാസനെ ബുദ്ധിമുട്ടിക്കും. അവിടെ ചെന്നിട്ട് പറയും, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. അദ്ദേഹം പറയും, സന്തോഷമേ ഉള്ളൂ, കയറിയിരിക്കാന്ന് പറയും. അങ്ങനെ വചനം കൂടുതൽ പഠിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്ത്, അദ്ദേഹത്തിനകത്ത് നിന്ന് ദൈവത്തെ കുറിച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് അദ്ദേഹം ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇഷ്ടമല്ല. നമുക്കിനി പ്രാർത്ഥിക്കാം എന്ന ഒരു 9:30 ആവുമ്പോൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അത്തരത്തില് അങ്ങനെ പോവാണ്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഞങ്ങള് കുഞ്ഞിന്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് മറന്നിരിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് ധൃതി വെച്ച് ലാബിലേക്ക് കുഞ്ഞിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. റിസൾട്ട് വന്നപ്പോ ആ ലാബ് ടെക്നീഷ്യൻ തന്നെ ഞെട്ടിപ്പോയി. അവര് പറഞ്ഞു, ചേച്ചി മറ്റൊരു ലാബിൽ കൂടി ഒന്ന് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ വേറൊരു ലാബിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം നോർമല്. ഞങ്ങൾ അതിശയിച്ചു പോയി. കാരണം അവളുടെ 9ാം മാസം മുതല് ഞങ്ങൾ കണ്ടുപിടിച്ച ആ ഡെഫിഷ്യൻസി കണ്ടുപിടിച്ച നാൾ മുതൽ അവളുടെ ഈ 2.25 വയസ്സ് വരെയും അവളുടെ ശരീരത്തില് ഈ ടെസ്റ്റുകളിൽ ഒരിക്കലും നോർമൽ റിസൾട്ട് വന്നിട്ടേ ഇല്ല. അന്നത്തെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളെ അത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. നോർമൽ റിസൾട്ട്, അവളുടെ യൂറിനിൽ യാതൊരു പ്രോബ്ലം ഇല്ല, അവളുടെ ബ്ലഡിൽ യാതൊരു പ്രോബ്ലം ഇല്ല, അവളുടെ ശരീരം ഹെൽത്തി ആണ് എന്നാണ് റിസൾട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറിന് അത് അവിശ്വസനീയമായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞൊരു 3 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും കുഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള യാതൊരു പ്രയാസങ്ങളും ഇല്ല. ഇപ്പൊ 19 വയസ്സ് കഴിയുന്നു. ദൈവം ആരോഗ്യത്തോടെ വളർത്തി പരിപാലിച്ചു തരുന്നു. ശാരീരികമായിട്ടുള്ള എല്ലാ വളർച്ചയും മാനസികമായിട്ടുള്ള എല്ലാ വളർച്ചയും അതിലെല്ലാം ഉപരി ആത്മീയമായിട്ടുള്ള വളർച്ചയും ദൈവം നൽകി പരിപാലിക്കുന്നു. അതാണ് ഏറ്റവും സന്തോഷം. കാരണം അവൾ 5ാം വയസ്സിൽ എന്നോട് ചോദിച്ചു, അമ്മ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛനെ. കാരണം അവൾ എപ്പോഴും അച്ഛന്റെ നെഞ്ചത്ത് കിടന്നേ ഉറങ്ങുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അച്ഛനെയാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, അച്ഛനെ ആണ്, പക്ഷെ ആൻസർ തെറ്റാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, അവൾ എന്നോട് പറയുന്ന അനുസരിച്ച് ഞാൻ ഒരു പ്രൊഫഷൻ പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞു, അതും തെറ്റിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കള് പറയണ്ട. അപ്പൊ 5 വയസ്സേ ഉള്ളൂ. എന്നോട് പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ യേശുദാസനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് മരിക്കണമെന്നാണ്. ഞാനത് കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, മക്കളെ, മരിക്കണമെന്നൊന്നും പറയാൻ പാടില്ല, ഇത്ര കുഞ്ഞല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പൊ പറഞ്ഞ, അമ്മ പ്രസംഗം ശ്രദ്ധിച്ചില്ല. പാസ്റ്റർ പറഞ്ഞ എന്താണ്, മരിച്ചാലേ നമുക്ക് യേശുദാസന്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നല്ലേ നല്ലത്. ഞാൻ സ്വന്തമായിട്ട് മരിക്കുമെന്നില്ല, പക്ഷെ എപ്പോ മരിച്ചാലും എനിക്ക് യേശുദാസന്റെ അടുത്ത് ചെല്ലാലോ. അതുകൊണ്ട് എന്റെ ആഗ്രഹം മരിക്കണമെന്നാണ്. അപ്പൊ ഞാനത് ചിന്തിച്ചു. ഞാൻ പിന്നീട് അവളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് എന്നെ ജീവിക്കാൻ ആ കുഞ്ഞു പ്രായത്തില് അവൾ പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ആഭരണം മാറ്റിയതൊക്കെ വലിയ സാക്ഷിയാണ്. കാരണം ഞാൻ അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. എന്നിട്ട് ഞാൻ ബ്രഹ്മചര്യം സ്വീകരിച്ചു പോയപ്പോ അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചെങ്കിലും തിരിച്ചു വന്നപ്പോ അത് 7 ഇരട്ടിയായിട്ട് തിരിച്ചു പിടിച്ചു. അപ്പൊ ആ രീതിയിൽ പിന്നെയും അങ്ങനെ അലങ്കാരത്തിൽ നടക്കായിരുന്നു. എന്റെ കുഞ്ഞിനെ ഞാൻ അതുപോലെ അലങ്കരിച്ച് നടത്തുമായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ വിശ്വാസത്തിൽ വന്ന് രക്ഷയുടെ സന്തോഷം അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ സ്നാനം സ്വീകരിച്ചു, കർത്താവിനോട് ചേർന്നു.
അങ്ങനെ വന്നപ്പോ എന്റെ മനസ്സിനകത്ത് ഓരോന്നിനോടും വെറുപ്പ് തോന്നി. അപ്പൊ ഞങ്ങള് പിന്നെ ആരാധനയ്ക്കൊക്കെ വെള്ള ഡ്രസ്സേ ഇടുള്ളൂ. അങ്ങനെ കർക്കശ ബുദ്ധിയൊന്നുമില്ല, കളറിനോടൊന്നും ഒരു വെറുപ്പൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു യൂണിഫോം വേണം എന്നുള്ള ഒരു സന്തോഷത്തില് ഞങ്ങൾ അങ്ങനെ പോവാണ്. ഞങ്ങൾ പൊക്കോണ്ടിരുന്ന കൂട്ടായ്മയില് എല്ലാ തരം ഡ്രസ്സും ഒക്കെ ഉപയോഗിക്കും, ആഭരണമൊക്കെ ഉപയോഗിക്കും. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഒന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് അതൊരു തീരുമാനമാക്കി ഞങ്ങൾ അങ്ങനെ പോവാണ്. അപ്പൊ ഞാന് ഒരു ദിവസം രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഇടപെട്ടിട്ട് എനിക്ക് എന്റെ ഓർണമെന്റ്സ് ഒക്കെ മാറ്റണം എന്നുള്ള ആഗ്രഹമാണ്. ആ ഒരു ഉപദേശം കേട്ടിട്ടല്ല, ശരിക്കും വചനത്തിന്റെ അറിവുമില്ല. അങ്ങനെ വന്നിട്ട് ഞാനിതെല്ലാം ഹസ്ബൻഡിന്റെ പെർമിഷനോട് കൂടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് രാത്രിയിൽ അതെല്ലാം അങ്ങ് മാറ്റി. അപ്പൊ ഹസ്ബൻഡ് ഞാനുമായിട്ട് ഞങ്ങൾ പറഞ്ഞു, നമുക്ക് മോൾക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറ്റാം. അവളുടെ ഇഷ്ടത്തിന് അവള് ചെയ്തോട്ടെ, നമ്മളായിട്ട് അങ്ങനെ ഒന്നും ചെയ്യണ്ട അത് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പറഞ്ഞു, ഞങ്ങൾ കിടന്നുറങ്ങി. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഇവള് എന്നെ നോക്കിയിട്ട് ചോദിച്ചു, അയ്യോ അമ്മേ, അമ്മയുടെ കമ്മൽ എന്ത് ചെയ്തു, മാല എന്ത് ചെയ്തു, കയ്യിലൊക്കെ പിടിച്ചു നോക്കിട്ട് പറഞ്ഞു എന്ത് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട മക്കളെ, യേശുപ്പിച്ച് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞങ്ങ് വിട്ടു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആളിനെ കാണുന്നില്ല. ഞാൻ പോയി നോക്കുമ്പോ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ചെവി രണ്ടും പിടിച്ചു വലിക്കുകയാണ്. ചെവിയിൽ രണ്ട് നല്ല വെള്ള കല്ലുള്ള സ്റ്റഡാണ് ഇട്ടിരുന്നത്. ഇവള് അതിൽ പിടിച്ചു വലിക്കുന്നു. ഞാൻ പറഞ്ഞു മക്കളെ അങ്ങനെ വലിക്കരുത്, ചെവി മുറിയും. അമ്മ എനിക്കിതൊന്ന് ഊരിത്താ എന്ന് പറഞ്ഞിട്ട് ഗൗരവത്തിലാണ് പറയുന്നത്. അപ്പൊ ഒരു UKG പഠിക്കുന്ന പ്രായമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ വേണ്ട, അച്ഛൻ പറഞ്ഞു മക്കൾക്ക് അത് കിടക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇല്ല എനിക്ക് വേണ്ട, എനിക്കിത് ഊരി തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ചെവിയിൽ പിടിച്ചു വെച്ചു. ഞാൻ നോക്കുമ്പോ കയ്യിൽ കിടന്നതില്ല, കഴുത്തിലെ മാറ്റിയിരിക്കുന്ന, അരയിൽ കിടന്നതില്ല, കാലിലെ ഇല്ല, എല്ലാം സ്വന്തമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി ചെവിയിലുള്ളത് അവൾക്ക് അത് ഇളക്കിയെടുക്കാൻ അറിയില്ല. നിർബന്ധം പിടിച്ചപ്പോ ഞാൻ ചെവിയിൽ അഴിച്ചു കൊടുത്തു. അഴിച്ചെല്ലാം പെറുക്കി കൊടുത്തു. എല്ലാം അവൾ തന്നെ അലമാരിക്കുള്ളിലേക്ക് വെച്ചിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുടുങ്ങി കാണിക്കുകയാണ്. എന്നിട്ട് ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞു, എനിക്ക് എന്റെ യേശുപ്പച്ചൻ തരുന്ന സൗന്ദര്യം മതി. വളരെ കുഞ്ഞാണ്, അത്രയൊക്കെ അങ്ങനെ പറയാൻ തന്നെ എങ്ങനെ പറ്റും എനിക്കറിയില്ല. അവൾ എന്നിട്ട് തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ നോക്കുകയാണ്. അല്പ ഡ്രസ്സേ ഇട്ടിട്ടുള്ളൂ. അവളുടെ ശരീരത്തിലെ മുഴുവൻ അവൾ ഇങ്ങനെ അവളെ നോക്കി അവൾ പറയാണ്, എനിക്ക് എന്റെ യേശുപ്പച്ചൻ തരുന്ന ഭംഗി മതി. പക്ഷെ എന്നെ അത് ഞാൻ വിചാരിച്ചു കൊച്ചുകുട്ടിയല്ലേ, ഞാനിപ്പോ ചെയ്ത കണ്ടിട്ട് അത് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങ് വിട്ടു. പക്ഷെ എന്റെ അവളുടെ ഒരു മുറിക്ക് പകുതി ഭാഗം ഞാൻ ഫാൻസി ഐറ്റംസ് കൊണ്ട് നിറച്ചു വെച്ചിരുന്നു. ഒത്തിരി വളകള്, മാലകൾ, അവളുടെ ഏതെല്ലാം ഡ്രസ് ഉണ്ടോ അതിനനുസരിച്ച് എല്ലാം സാധനങ്ങൾ വാങ്ങിക്കൂട്ടി അങ്ങനെ നിറച്ചു വെച്ചിരുന്നു. കാരണം നമുക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. ആ കുഞ്ഞിനെ മാക്സിമം നന്നായിട്ട് വളർത്തണം. അതൊക്കെ ഏതൊരു അമ്മയുടെ കൊതിയാണ്. ഞാൻ ഇച്ചിരി കൂടുതൽ ഭ്രമമുള്ള ആളാണ്. അപ്പൊ എനിക്ക് അവളെ നല്ലൊരു നർത്തകിയാക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതിനനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തു വന്ന കൂട്ടത്തിൽ ഒരു ഫാൻസി ഷോപ്പ് പോലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ അതിശയിപ്പിച്ച കാര്യം, ഇവളിങ്ങനെ എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മുതൽ ഇതിലൊരു സാധനം അവളുടെ ശരീരത്തിൽ എടുത്ത് അവള് അണിഞ്ഞിട്ടില്ല. അവളുടെ ടോയ്സിനൊക്കെ ഇട്ടുകൊടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവൾ ഉപയോഗിക്കില്ല. അവളുടെ സ്കൂളിൽ ആനിവേഴ്സറിക്ക് ടീച്ചേഴ്സ് നിർബന്ധിച്ച് കാതിലേക്ക് എഴുത്തുള്ളത് കാരണം അതില് അവരൊരു കമ്മൽ ഇട്ട് കൊടുത്തു. അത് എടുത്തൊരു ഫോട്ടോ ആയിട്ട് വീട്ടിൽ വന്നിട്ട് ഈ എന്താ കോമ്പസ് എന്തോ അവിടെ കിടന്ന സാധനം എടുത്തിട്ട് ആ ഫോട്ടോയിൽ കുറുകെ കുത്തി വരച്ചു. ഞാൻ പറഞ്ഞു മക്കൾ എന്തായി കാണിക്കുന്നത്, നല്ലൊരു ഫോട്ടോ അല്ലായിരുന്നു. നല്ല ഫോട്ടോ അല്ല, എന്നെ വൃത്തികേടാക്കി വെച്ചു. കമ്മൽ ഇടണ്ടെന്ന് ഞാൻ ടീച്ചറിനോട് പറഞ്ഞപ്പോ ടീച്ചർ ഇട്ട് തന്നത് എനിക്ക് വേണ്ട മോനെ. എന്നിട്ട് ആ ഫോട്ടോ വലിച്ചു കീറി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു എനിക്ക് കാണുകയുണ്ട്, ഇതൊരു വൃത്തികേടാണ്, എന്റെ യേശുപ്പച്ചനാ എനിക്ക് ഭംഗി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കൂളില് അവൾക്ക് ഒത്തിരി പീഡനമൊക്കെ സഹിക്കേണ്ടി വന്നു. ടീച്ചർ അടുത്ത ദിവസം ചെല്ലുമ്പോ, ടീച്ചർ ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. അപ്പൊ ടീച്ചർ പെട്ടെന്ന് വന്ന ഇവളിലെ മാറ്റങ്ങൾ, കാരണം ഇവള് കുറിയൊക്കെ ഇട്ട് പോവായിരുന്നു, പിന്നെ ഡ്രസ്സിലൊക്കെ വ്യത്യാസം വരുന്നു, ആഭരണങ്ങൾ ഇല്ലാതെ കയറി ചെല്ലുന്നു. അപ്പൊ വെറുതെയെങ്കിലും ഇവളെ എണീപ്പിച്ച് നിർത്തി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ചുമ്മാ അടി കൊടുക്കുക. അങ്ങനെ അവളുടെ പിന്നത്തെ ഒരു 3-4 മാസം ആ സ്കൂളിൽ വളരെ പീഡനമായിരുന്നു. പിന്നെ ആ സ്കൂളിൽ നിന്ന് ഞാൻ മാറ്റി. കാരണം മാനസികമായിട്ട് ഒത്തിരി കുഞ്ഞിനെ വിഷമിപ്പിക്കുന്ന വാക്കുകളൊക്കെ അവർ പറയുമായിരുന്നു. അപ്പൊ അവരുടെ ഉള്ളില് ഞാൻ ആലോചിക്കും എന്റെ ഉള്ളിലുള്ള അതേ ഭൂതം തന്നെയാണ് ആവസിച്ചിട്ടുള്ളത്. കാരണം ഞാൻ കുറച്ചു കാലം മുന്നേ ഞാൻ എന്റെ അമ്മയെയും എന്റെ മുന്നിൽ കാണുന്ന പെന്തക്കോസ്ത് കുട്ടികളെയും മനുഷ്യരെ എല്ലാവരെയും ഞാൻ എങ്ങനെ ചിന്തിച്ചിരുന്നോ അത് തന്നെയാണ് ആ ടീച്ചർ ചിന്തിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ടീച്ചറിനോട് പിണക്കമില്ല. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ കൊച്ചിനെ അവർ തല്ലിക്കൊല്ലും, അത്രയ്ക്ക് മാത്രം അവർക്ക് ദേഷ്യമുണ്ട്. അപ്പൊ ഞങ്ങൾ ആ സ്കൂള് മാറ്റാനിടയായി. പക്ഷെ കുഞ്ഞിന്റെ വളർച്ചയില്ല. അത് കഴിഞ്ഞിട്ട് അവൾ ഒരു 3.5 വയസ്സുള്ളപ്പോ മുതൽ കരയാൻ തുടങ്ങി. ഒടുവിൽ എനിക്ക് ഒരു പ്രഗ്നൻസി ഉണ്ടായി. ആ ഒരു കുഞ്ഞുമാവെ വേണം, അവൾ കരച്ചിലാണ്. അപ്പൊ ആ പ്രാർത്ഥനയും കരച്ചിലും ഒക്കെ ആയിരുന്നു. പക്ഷെ ആ കുഞ്ഞ് എനിക്ക് 3.5 മാസത്തിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എനിക്ക് വലിയ വിഷമമായി. ഞങ്ങൾ പിന്നെയും പറഞ്ഞു വേണ്ട, ഈ ഒരാൾ മതി, നമുക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് അങ്ങ് പോകാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവൾക്ക് 7 വയസ്സുള്ളപ്പോ അവള് നിലവിളിച്ച് കരഞ്ഞു, യേശുപ്പാ എനിക്കൊരു കുഞ്ഞുമാവെ തരില്ലേ എന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത മാസം എനിക്ക് വീണ്ടും പ്രഗ്നൻസി ആയി. അപ്പൊ ഞാന് വളരെ സന്തോഷിച്ചു. ഞാൻ വിചാരിച്ചു
ദൈവമേ കുഞ്ഞിന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. അപ്പൊ സഭയിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, അതങ്ങനെ ഉഴപ്പി വിടുകയാണ്. പലരും എന്നെ വഴക്ക് പറയാറുണ്ട്, ഒരു കുഞ്ഞു മാത്രമായിട്ട് പോരുത്, അത് അവൾ ഒറ്റപ്പെട്ടു പോകും, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരു അറിഞ്ഞു കഴിഞ്ഞ ഒരു 2 മാസം ആവുന്നതിനുള്ളിൽ അത് നഷ്ടപ്പെട്ടു. അപ്പൊ അതെന്നെ വല്ലാതെ തളർത്തി. ഞാൻ അപ്പൊ അത്യാവശ്യം നല്ല വിശ്വാസിയാണ്, ഞാൻ ദൈവവേല ചെയ്യുന്നുണ്ട്, കർത്താവിന്റെ ശബ്ദം കേട്ട് പല കാര്യങ്ങളും ക്രമപ്പെടുത്തി. എന്റെ ജോലി ഞാൻ ഭാഗികമായിട്ട് കലാകാരിയായിരുന്നു. മേഖലകളിൽ ഒരുപാട് വർക്ക് ചെയ്യാണ്. എൻ്റെ ഒരു 24 വയസ്സ് മുതൽ ഞാൻ സ്റ്റേറ്റ് ലെവലിൽ വരെയും ജഡ്ജിങ്ങിനൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് അതൊക്കെ ഒരു ഭയങ്കര അഭിമാനമായിരുന്നു ആ കാലഘട്ടത്തില്. അത് കഴിഞ്ഞിട്ട് കേരളോത്സവം അതുപോലുള്ള കുറച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ എന്റെ ഐഡന്റിറ്റി ഇങ്ങനെ വരികയാണ്. അതിനോടൊപ്പം ഞാൻ ദൂരദർശനിൽ ആകാശവാണിയിലും കാഷ്വലായിട്ട് പ്രോഗ്രാം അസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അതിൽ എന്റെ കർത്താവ് എന്നോട് ഇടപെട്ടു. അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചപ്പോ ഞാൻ ദൈവശബ്ദം കേട്ട ശേഷം ദൈവത്തോട് പ്രത്യേക ഉടമ്പടി ചെയ്ത് ആ ജോലിയൊക്കെ വിട്ടു. അങ്ങനെ ഓരോന്നും എന്നിൽ നിന്ന് ഒഴിവായി പോകണം. അപ്പൊ കലാരംഗം പൂർണ്ണമായിട്ടും വിട്ടു. അടുത്ത മീഡിയ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് ടീച്ചിങ് മാത്രമായിട്ട് അങ്ങനെ പോവാണ്. ആ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ എനിക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറയാണ്, കർത്താവ് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, എല്ലാം അനുസരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പോ എന്റെ കുറവ് എന്തായാലും എന്നോട് പറയണം. ഞാൻ എപ്പോഴും ദൈവത്തോട് അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. എന്റെ പേഴ്സണൽ പ്രയറില് എനിക്ക് എന്തെങ്കിലും വേണം. ഒരുപാട് ആവശ്യങ്ങളൊക്കെ മറ്റുള്ളവർ ഓർമ്മിപ്പിക്കാറുണ്ട്, സിസ്റ്റർ ഇന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവം ഇതുവരെയും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോ എന്റെ കുഴപ്പങ്ങൾ എന്താണോ അതൊന്ന് വിളിക്കും. കാരണം ഒരുപാട് കുഴപ്പങ്ങളുള്ള ആളായിരുന്നു ഞാൻ. യാക്കോബിനെ പോലെ ശരിക്കും വക്രബുദ്ധിയും കുടിലബുദ്ധിയും ക്രൂരയും ഒരു വല്ലാത്തൊരു ദുഷ്ടത നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ മറഞ്ഞു കിടക്കുന്ന എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കർത്താവിനോട് കരഞ്ഞപ്പോ കർത്താവ് എന്റെ ശബ്ദം, ഞാൻ ആലയത്തിൽ ഇരുന്ന് കരയുമ്പോ കർത്താവിന്റെ ശബ്ദം കേട്ടു, നീ ഒന്ന് മതി എന്ന് പറഞ്ഞിരുന്നു. അത് എന്നെ ഞെട്ടിച്ചു. ഞാൻ വളരെയധികം അന്ന് കരയാനിടയായി. കർത്താവിനോട് ക്ഷമ ചോദിച്ചു. അപ്പൊ കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തി തന്നു. ഞാൻ ഒരു കുഞ്ഞ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ആരോടും തമാശ പറയുമ്പോൾ പോലും പറയുമായിരുന്നു, എനിക്ക് ഒരാൾ മതി, ഒരാൾ മതി. എനിക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോഴും ഞാൻ പറയുമായിരുന്നു, ഒരാൾ മതി, ഒരാൾ മതി. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവം തന്നിരുന്ന അനുഗ്രഹം തടസ്സപ്പെട്ടിരുന്നു എന്ന് ദൈവം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു, കർത്താവിനോട് ഉപവസിച്ചോളം പറഞ്ഞു. ആ ബലഹീന ശരീരത്തിൽ ഞാൻ അപ്പൊ തന്നെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ തുടർന്ന് അങ്ങ് പങ്കെടുത്തു. ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ അടുത്ത മാസത്തിൽ കർത്താവ് വീണ്ടും എനിക്ക് ക്യാരി ചെയ്യാനുള്ള ഭാഗ്യം തന്നു. ഇന്ന് എനിക്ക് മോനുണ്ട്, 11 വയസ്സായി. അവർ തമ്മിൽ 7.5 വയസ്സോളം വ്യത്യാസമുണ്ട്. പക്ഷെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് തന്ന പൈതലാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ രണ്ടാമത്തെ കുഞ്ഞിനെ ദൈവം തന്നു. അവന്റെ ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികൾ വന്നു. അവിടെയൊക്കെയാണ് ദൈവത്തെ നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റിയത്. എന്റെ പ്രഗ്നൻസി സ്റ്റേജിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും കുഞ്ഞും അന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു. ഞങ്ങളുടെ 2 വീലറിലേക്ക് ഒരു ഓട്ടോ വന്ന് ഇടിച്ച് ഒരു പ്രൈവറ്റ് ബസിന്റെ അടിയിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ ദൈവം തിരിച്ചു പിടിച്ചെടുത്ത സീറ്റിലേക്ക് ഇരുത്തി. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. കർത്താവ് എന്നെ തൊട്ടു. കർത്താവിന്റെ വചനം പറയുന്നുണ്ടല്ലോ, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പൊ തട്ടിയേക്കാം, പക്ഷെ നമ്മള് നിലംപരിചാകാൻ ദൈവം സമ്മതിക്കല്ല. ഞാൻ പുറകിലേക്ക് 2 വീലറിൽ നിന്ന് പുറകിലേക്ക് മലർന്ന് ഇളകിപ്പോയതാണ്. സീറ്റിൽ നിന്ന് ഇളകി കഴിഞ്ഞാൽ നമുക്കറിയാലോ, പിന്നെ ഗ്രിപ്പ് കിട്ടില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ വയറൊക്കെ ആയിട്ട് 7-ാം മാസമായിരിക്കുന്ന സമയമാണ്. ഹസ്ബൻഡ് തോളിൽ പിടിച്ചിരുന്ന പിടി വിട്ടു, എന്റെ കാലിളകി, ഞാൻ ബാക്കിലേക്ക് നന്നായിട്ട് മലർന്നങ്ങ് പോയതായിരുന്നു. തിരിച്ച് ആ സീറ്റിലേക്ക് വന്നിരിക്കണമെങ്കിൽ അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നെ ആരോ പിടിച്ചെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആരും ഇല്ല പുറകില്. അന്നാണ് ഞാൻ എന്റെ കർത്താവ് നമ്മളെ സ്പർശിക്കും എന്നുള്ള ആ സ്പർശന ആ ഒരു സാന്നിധ്യം ഞാൻ അനുഭവിക്കാനിടയായി. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം എല്ലാവരും പറയാറുണ്ടല്ലോ ഈ ചെലവുകളുടെ കാര്യം. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഒരു പേവാർഡൊക്കെ എടുക്കാനുള്ള മിനിമം കാശ് പോലും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ വിഷമിച്ചു. അപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവശബ്ദം കേട്ടതാണ്, അവന്റെ സകല കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ എന്നാലും കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കണ്ടേ, നമ്മൾ ഒരുക്കണ്ടേ എന്നൊക്കെ ചിന്തിച്ചു. ഒന്നും ഇല്ലാതിരിക്കുകയാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന്റെ തലേ ദിവസം ഞങ്ങൾക്ക് പേവാർഡ് എടുക്കാനുള്ള കാശ് കാര്യങ്ങളൊക്കെ ദൈവം തന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ നിർബന്ധമായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകണം. കാരണം അതിന് വേണ്ടിയിട്ട് ഒരു കടബാധ്യതയോ ഒരു സാമ്പത്തിക പ്രയാസമൊന്നും വരുത്തി വെക്കേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പം നിർബന്ധത്താൽ അങ്ങനെ ചെയ്തു. പക്ഷെ അന്ന് പേവാർഡിന് വേണ്ടിയിട്ടുള്ള
എമൗണ്ട്. നമുക്കിപ്പൊ ചിന്തിക്കുക അത് വളരെ തുച്ഛമാണെന്ന് തോന്നും. പക്ഷെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്നവരെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യമാണ്. ഓട്ടോ ഫെയർ പോലും ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കും. ഞാൻ KSRTC ബസ്സിലാണ് ഫുൾ ചെക്കപ്പിനൊക്കെ പോയിട്ട് വരുന്നത്. അപ്പം എന്റെ ബന്ധുക്കളിൽ തന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഒരു കാറ് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു ഓട്ടോയിലൊക്കെ സുരക്ഷിതമായിട്ട് പോവേണ്ടേ. ഞാൻ അതൊന്നും കാര്യമാക്കാറില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നപ്പോഴും ഏറ്റവും ലാസ്റ്റ് സമയത്താണ് ലീവ് എടുത്തതൊക്കെ. അപ്പൊ അങ്ങനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഭയങ്കര നടത്തിപ്പാണ്. ഞാൻ ഒട്ടും ഹെൽത്തി അല്ലായിരുന്നു. എന്റെ നട്ടെല്ലകത്തേക്ക് വളഞ്ഞിട്ട് എന്റെ മോളുടെ ഡെലിവറി കഴിഞ്ഞ സമയം മുതൽ ഞാൻ ഭയങ്കരമായിട്ട് നട്ടെൽ വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അത്രയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ സെക്കൻഡ് ഡെലിവറിക്ക് അത്തരത്തിൽ എന്നെ ദൈവം ബലപ്പെടുത്തി. അപ്പോ എന്റെ പ്രായവും കൂടിയിരിക്കുകയാണ്. ഇത്രയും വലിയ വ്യത്യാസമുണ്ട് കുഞ്ഞുങ്ങൾ തമ്മില്. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. എന്നാലും എനിക്ക് ഭയങ്കര അതിശയം തോന്നിയത് ഇത്രയും ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കൈക്കൂലി വാങ്ങുന്നവരുടെ ഒരു ബഹളമാണല്ലോ. നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പാരിതോഷികം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുതെന്ന്. പക്ഷേ എല്ലാ ഡോക്ടേഴ്സിന്റെയും വീട്ടിൽ കൃത്യമായിട്ടും ഈ പ്രഗ്നൻസി സ്റ്റേജിന്റെ ഫസ്റ്റ് വീക്ക് മുതൽ പോയി കാശ് കൊടുത്തില്ലെങ്കിൽ അവരാരും കറക്റ്റ് ആയിട്ട് നോക്കില്ലെന്നും അറിയാം. അതൊരു ചടങ്ങാണ്, എല്ലാവരും പോകാറുണ്ട്. അവരുടെ ഈ ഡോക്ടേഴ്സിന്റെ വീട്ടിൽ ഡോക്ടേഴ്സിന്റെ വീട്ടിൽ വലിയ ക്യൂ ആണ്. അപ്പൊ എനിക്ക് 2 പ്രാവശ്യത്തെ അബോർഷനും കാര്യങ്ങളുമായിട്ട് എല്ലാ ഡോക്ടേഴ്സിന്റെ വീടും ഒക്കെ പരിചയമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എനിക്കൊരു ഡോക്ടർ വേണം കർത്താവേ എന്ന് പറഞ്ഞു. കർത്താവ് എന്നെ ഇങ്ങനെ നടത്തുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ചെക്കപ്പിനായിട്ട് പോകുന്നത്. അവിടെ ചെന്ന് ഞാനിങ്ങനെ നിന്ന് തിരക്കെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഇരുന്ന ഒരു അറ്റൻഡറോട് ചോദിച്ചു, ഒരു നല്ല ഡോക്ടറെ പറയൂ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ദണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ. ഞാൻ ചോദിച്ചാൽ ആളെങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട്. ഇരിക്കുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഒരു മൂലയ്ക്ക് ഒരു ഡോക്ടർ ഇരിക്കുന്നുണ്ട്. കൂട്ടുകെട്ടില്ല, ആരും ചങ്ങാത്തത്തിനും ബഹളം വെക്കാനൊന്നും ഇല്ല, ഷോ ഇല്ല. ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അവര് പ്രാക്ടീസിനെങ്ങാനും എന്തോ എനിക്ക് അങ്ങോട്ട് ഒരു ഡോക്ടറാന്ന് തന്നെ തോന്നിയില്ല. പക്ഷെ ഞാൻ അറച്ചറച്ച് അവരുടെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോ അവര് എന്റെ റിസൾട്ട് വാങ്ങിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. സത്യത്തിൽ ദൈവം നമ്മുടെ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ഒരുപോലെ ശ്രദ്ധാലുവാണെന്നുള്ളത് തെളിവാണ് എനിക്ക് തന്നത്. ആ ഡോക്ടർ വീട്ടിൽ കൺസൾട്ട് ചെയ്യാത്ത ഡോക്ടറാണ്. ആരുടെ കയ്യിൽ നിന്നും ഒരു കാരണവശാലും കാശും വാങ്ങാത്ത ആളാണ്. എന്റെ 9 മാസത്തെ എല്ലാ കാര്യങ്ങളും അവർ ഏറ്റവും ഭംഗിയായി ചെയ്തു. എല്ലാ സ്കാനിങ് എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ തന്നെ ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ഒക്കെ അപ്പോഴേക്ക് വന്നു. അതിനകത്ത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, നമ്മുടെ സ്കാനിങ്ങുകൾ, ഇതൊന്നും കാശ് വാങ്ങേണ്ട കാര്യമില്ല, എല്ലാം ഫ്രീ ആണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന 10, 30, 35 പേര് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് എഴുതി വാങ്ങി നേരെ പുറത്തേക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ഈ ഡോക്ടർ എനിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ട് അവര് തന്നെ അകത്ത് പോയി അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് സീൽ ചെയ്ത് എന്റെ കൈ കൊണ്ടുവന്നിട്ട് പറയും, ശുഭ ഇതിൽ ഇറങ്ങി പുറത്ത് പോയി ഇന്നടുത്ത് ഒന്ന് സ്കാൻ ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് വരാൻ പറയും. അത്രയ്ക്ക് ക്ഷമയുള്ള, തന്റെ ജോലിയിൽ ഏറ്റവും കൂടുതൽ സിൻസിയർ ആയിട്ടുള്ള, കാശിന് ഒരു കൊതിയില്ലാത്ത, എനിക്ക് അത് അതിശയം തോന്നി. കാരണം 9 മാസം കൊണ്ട് ഞാൻ ആ ഡോക്ടറെ പഠിച്ചു. അവർ ഏറ്റവും ഭംഗിയായിട്ട് എന്റെ കുഞ്ഞിന്റെ കാര്യം എനിക്ക് ചെയ്തു തന്നു. അത് ദൈവത്താൽ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരൊരു ഹൈന്ദവ വിശ്വാസിയാണ്. പക്ഷെ അവരുടെ അവരുടെ ജീവിതത്തിലെ ചില മാതൃകയാക്കാവുന്ന സ്വഭാവങ്ങൾ എനിക്ക് വളരെയധികം ബഹുമാനം തോന്നി. ആർത്തിയില്ലാത്തൊരു സ്വഭാവം. അത് കഴിഞ്ഞിട്ട് എന്റെ സിസേറിയൻ കഴിയുമ്പോൾ അവർക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. തലേ ദിവസം അവർക്ക് ട്രാൻസ്ഫർ പോകേണ്ടിയിരുന്നതാണ്. പക്ഷെ സിസേറിയൻ കഴിഞ്ഞ് എന്നെ വേറൊരു ഡോക്ടറെ ഏൽപ്പിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ സ്പെഷ്യൽ പെർമിഷനിൽ നിന്ന് ചെയ്ത് പൂർത്തിയാക്കിയിട്ടാണ് പോകാനിടയായത്. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 6 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം, ഞങ്ങൾ എന്താണോ ഇല്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്, ആ കുറവ് നികത്തി കർത്താവ് കുഞ്ഞിന്റെ ഒരു 1.5 വയസ്സ് വരെ നോക്കേണ്ടുന്ന സകല ആവശ്യങ്ങൾക്കുള്ള കാശ് ഞങ്ങളുടെ കയ്യിൽ തന്നാണ് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് അയക്കുന്നത്. കാരണം ഞങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഒരു പരിചയം ഇല്ലാത്തവർ പോലും വന്നു. ബന്ധുമിത്രാദികൾ വളരെ കുറച്ചേ വന്നുള്ളൂ. പക്ഷെ വന്നവരിൽ അധികം പേരും ദൈവമക്കളും ദേവദാസന്മാരും ഒക്കെയാണ്. അവരൊക്കെ എന്തിനാണ് എന്നെ കാണാൻ വന്നത് ഞാൻ അതിശയിച്ചു പോയി. പക്ഷെ എല്ലാവരും വന്നിട്ട്, കർത്താവ് ജനിച്ചപ്പോ പലരും പൊന്നും മോരും കുന്തിരിക്കൊക്കെ കൊണ്ടുകൊടുത്തില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടുമല്ലോ. സ്വർണം തന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവരും വന്നിട്ട് വലിയ നോട്ടുകളാണ് തന്നിട്ട് പോയത്. ഞാനിതൊക്കെ തലയിണയ്ക്ക് കീഴിലേക്ക് വെക്കുക. എനിക്കിപ്പോ ഞാനത് ഓപ്പൺ ആയിട്ട് പറയാൻ കാര്യം, അങ്ങനെ സാധ്യതയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വലിയൊരു എമൗണ്ടുമായിട്ടാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, കണ്ടോ ദൈവം ചെയ്ത അത്ഭുതം, നമുക്ക് കാശേ ഇല്ലായിരുന്നല്ലോ, ഹോസ്പിറ്റലിൽ പോകുമ്പോ എങ്ങനെ ചെലവുകൾ നടക്കുമെന്ന് നമ്മൾ ചിന്തിച്ചില്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത്രയും നീ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരുന്നതെന്ന് ചോദിച്ചു.
അത്രയ്ക്ക് മാത്രം അത്ഭുതം ദൈവം ജീവിതത്തിൽ ചെയ്തു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും ദൈവം വളർത്തി, രണ്ടുപേരെയും ദൈവം വളർത്തുന്നു, ഇപ്പോഴും വളർത്തുന്നു. എന്നോട് പലരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാനൊരു അധ്യാപികയായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള കുഞ്ഞുങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ് ഉള്ള കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളായിട്ടൊക്കെ അടുത്ത് ഇടപഴകാനിടയായി. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ഇപ്പോഴാണല്ലോ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ലഹരി വസ്തുക്കളെ കുറിച്ചും പാപപ്രവൃത്തികളെ കുറിച്ചും ഒക്കെ പെട്ടെന്ന് അങ്ങ് റിലീസായത്, എല്ലാവരും അറിഞ്ഞത്. പക്ഷെ ഞാനൊക്കെ ഒരു 10-15 വർഷമായിട്ട് നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന തീയാണത്. കാരണം നമ്മുടെ ക്ലാസ് റൂമുകളിലാണെങ്കിലും നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അവരെ നമ്മളിങ്ങനെ സ്നേഹിച്ചും പരിലാളിച്ചും വളർത്തും. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്നെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം, മക്കളെ നമ്മൾ വളർത്തുന്നേക്കാൾ നല്ലത് ശമൂവേൽ ബാലനെ വളർത്തിയ വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവ് ഏറ്റവും ഭംഗിയായിട്ട് വളർത്തും. ഇപ്പോഴും എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ എനിക്കൊരു പ്രാഗൽഭ്യമില്ല. അവർ ഇതുവരെ വളർന്നതും കർത്താവ് വളർത്തിയതാണ്. ഇനി അവർ വളരുന്നതും ഇനി എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ വരുന്നോ അത് കർത്താവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കർത്താവ് എന്റെ കയ്യിൽ തന്നതനുസരിച്ച് ആഹാരം കൊടുക്കുക, ജീവിത സാഹചര്യങ്ങളൊക്കെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഉണ്ടാക്കി കൊടുക്കുക. അതിലപ്പുറം ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക്, ഒരു അപ്പൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഏത് തരത്തിലാണോ ദൈവം സൂക്ഷിക്കേണ്ടത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചുകൊള്ളും. അത് രോഗത്തിലായാലും അല്ല മറ്റ് കൂട്ടുകെട്ടുകളുടെ കാര്യത്തിലായാലും ഒക്കെ അവർക്ക് ദൈവം വിശേഷ ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും കൊടുക്കും എന്നുള്ള പൂർണ്ണമായ ആശ്രയം, വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ ഒരുപാട് പ്രശ്നത്തിലായിരിക്കുന്ന അമ്മമാരോടും അപ്പന്മാരോടും അത് പറയാറുണ്ട്. നിങ്ങൾ വളർത്താൻ തീരുമാനിക്കാതെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കയ്യിലേക്ക് ഒന്ന് കൊടുത്തു നോക്കണം. ദൈവം സുന്ദരമായിട്ട് വളർത്തി തരും. നമ്മളും പക്ഷെ ഇച്ചിരി മാനസാന്തരപ്പെടാനൊക്കെ തയ്യാറാകണം. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെടില്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും വേദനയുള്ള കാര്യം, ഒത്തിരി സാമുദായിക വിശ്വാസത്തിൽ ഇരിക്കുന്നവർ വിളിക്കാറുണ്ട്. പറഞ്ഞ പോലെ പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ പല ചാനലുകളിൽ എന്റെ സാക്ഷിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പലരും വിളിക്കാറുണ്ട്, പ്രാർത്ഥന വിഷയം പറയാറുണ്ട്. പക്ഷെ പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന യേശു കർത്താവിനെ ആർക്കും വേണ്ട. വിശുദ്ധ ബൈബിളിനകത്ത് പറയുന്ന നിയമങ്ങൾ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. ഞാൻ വിടുവിക്കപ്പെട്ടത്, ഈ സമാധാനത്തിലായി തീർന്നത്, എന്റെ കുടുംബം ഇത്രത്തോളം വിടുതലും സ്വാതന്ത്ര്യം അനുഭവിച്ച് തീർന്നത് ഒരിക്കലും ഒരു ദൈവദാസന്റെയോ ഒരു സംഘടനയുടെയോ ആരുടെയും കഴിവ് കൊണ്ടല്ല. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ രക്ഷയിലേക്ക് വന്ന ആ ചെറിയ സഭ, ആ ദേവദാസൻ ഏകദേശം 3 വർഷത്തിന് ശേഷം നിത്യതയിൽ ചേർക്കപ്പെട്ടു. അവരുടെ ആ കൂട്ടായ്മ ഇല്ലാതായപ്പോൾ ഞങ്ങൾ മറ്റൊരു സഭയിൽ പോയി, അവിടെ നിന്ന് വേറൊരു സഭയിൽ പോയി. ഞങ്ങൾ വചനം പഠിക്കാൻ വേണ്ടി ദൈവം ഞങ്ങളെ മറ്റൊരു പഥ്യോപദേശ സഭയിലേക്ക് കൊണ്ടുപോയി. ഒരുപാട് ദേവദാസന്മാരുടെ ശുശ്രൂഷകൾ കാണാനിടയായി. അതോടൊപ്പം കവലിടയന്മാരുടെ ശുശ്രൂഷകളിലും അകപ്പെട്ടു പോകാനിടയായി. പല തരത്തിലുള്ള ശുശ്രൂഷകൾ ഏകദേശം 10ഓളം സംഘടനകളിൽ മാറിയും മറിഞ്ഞ് ഞങ്ങൾക്ക് ഇടപെടാനിടയായി. മനസ്സിലായി, വിശുദ്ധ വേദപുസ്തകം മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല, വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. നമ്മൾ വീണു പോകും, ദുഷ്ടന്റെ കെണിയിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളായി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ചെയ്ത് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. അങ്ങനെ പറയുമ്പോൾ പലരും നിരാശപ്പെട്ട്, ഈ ഇടയ്ക്ക് ഒരു സഹോദരി എന്നോട് എന്നാ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അല്ലെ സിസ്റ്ററെ എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അതായത് അവര് പിടിച്ചിരിക്കുന്ന ആ ദുരാചാരങ്ങൾ വിട്ടുവരാൻ അവർക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെയാണ് വിടുവിക്കപ്പെട്ടത്, ഞാൻ എന്റെ വഴികളെ ഉപേക്ഷിച്ചു, എന്റെ ആ വ്യാജമാർഗങ്ങളെ, ആ മ്ലേച്ഛമായ വഴികളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു വന്നപ്പോഴാണ് ഇത്രത്തോളം വിടുതലും സ്വാതന്ത്ര്യം അനുഭവിച്ചതെന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടാറില്ല. അതാണ് എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോഴത്തെ എന്റെ അനുഭവത്തില് ഞാൻ ആസാദി ചാനലിലൂടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് പറയുകയാണ്, പ്രിയമുള്ളവരെ, വിശുദ്ധ വേദ പുസ്തകത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ പണിയുമെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നവും ദൈവം പരിഹരിക്കും. ദൈവം ശക്തനാണ്. നമുക്ക് ഒരു സഹോദരി ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളൊക്കെ ഹിന്ദുക്കളായിട്ട് ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ് ദൈവം നിങ്ങളെ വേഗത്തിൽ വിടുവിക്കുന്നത്. ഞങ്ങളൊക്കെ പണ്ട് കാലം മുതലേ ക്രിസ്തീയ വിശ്വാസത്തിലാണ്, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത്തിന് കണക്കില്ല എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോ ഞാൻ ആലോചിച്ചു, കർത്താവ് ഇതിലും വലിയ ക്രൂശ് എന്റെ കർത്താവിന് തരാൻ വേറെ ഇല്ല. കാരണം എന്റെ കർത്താവ് അങ്ങനെ പാർഷ്യാലിറ്റി ഉള്ള ഒരു പക്ഷം ചേരുന്ന ആളല്ല. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ വന്നത് കൊണ്ട്, വാരി വലിച്ച് തന്നത് കൊണ്ടേ ഞങ്ങൾ നിൽക്കുള്ളൂ, അങ്ങനെ അല്ല. ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞാൽ കാൽവരി ക്രൂശിൽ നമുക്ക് തന്ന ആ സ്നേഹത്തിന്റെ, ആ സാന്ത്വനത്തിന്റെ ആ വില അറിഞ്ഞു കഴിഞ്ഞാല്, കർത്താവ് ഏറ്റവും ഒടുവിലായി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ എപ്പോഴും ഓർക്കും. എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടുമ്പോഴും കൂടുതൽ ശുശ്രൂഷിക്കുന്ന ആ ഭാഗമാണ്. കാരണം കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവിന്റെ അത്രയും വലിയ സ്നേഹം, ആ സ്നേഹം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആചാര അനുഷ്ഠാനത്തിന്റെയും പുറകെ പോവില്ല.
കാരണം നമുക്ക് എല്ലാം ആ ക്രൂശിലും ഉണ്ട്. കർത്താവ് നമുക്ക് എല്ലാം നിവർത്തിച്ചു തന്നു. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് ചികിത്സ വേണ്ട എന്ന്. 2007 രക്ഷിക്കപ്പെട്ടു. 2016 അല്ല 2015 പകുതിയായപ്പോഴാണ് കർത്താവിന്റെ ശബ്ദം കേട്ടത്, നിനക്ക് ചികിത്സ വേണ്ട. അങ്ങനെ കേട്ടപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കർത്താവെ, ഇത്രയും പ്രയാസങ്ങളിൽ നിരന്തര ആശുപത്രി കയറി ഇറങ്ങുന്ന ഞങ്ങൾക്ക് ചികിത്സ വേണ്ടെന്ന് പറഞ്ഞാല് എനിക്ക് ചികിത്സ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും? കാരണം എനിക്ക് തലയ്ക്കുള്ളിൽ ഒരു ബ്ലോക്ക് വന്നു, സൈനസൈറ്റിസ് വന്നിട്ട് അത് ബ്ലോക്കായി, അതാകെ ഇൻഫെക്ഷൻ ആയി, മൂക്കിലൂടെ ലീക്ക് ചെയ്യാൻ തുടങ്ങി. ലീക്ക് ചെയ്യുന്നത് കഫമല്ല, അല്ലാതെ വെള്ളം ലീക്ക് ചെയ്യാണ്. ഈ വെള്ളം ലീക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പിന്നത്തേലും മനസ്സിലാക്കിയത് അത് ഇച്ചിരി വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ അത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും ക്രിട്ടിക്കലാന്ന് പറഞ്ഞിരുന്നു. എന്റെ ഒരു കണ്ണൊക്കെ ശരിക്കും വല്ലാതെ നീര് ഒഴുകുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരു പ്രയാസമായിരുന്നു. തല ചലിക്കാൻ പറ്റില്ല. തല ചലിപ്പിക്കുമ്പോൾ എനിക്ക് തലയ്ക്കകത്തോട്ട് വെള്ളം ഒഴുകുന്ന പോലെ തോന്നും. അത്തരത്തിലൊക്കെ പ്രയാസപ്പെട്ടു. ഭയങ്കരമായ തലവേദന, പ്രയാസം, ശരീരം മുഴുവനും ചൊറിച്ചില്, അലർജിയുടെ പ്രയാസം. അതുപോലെ തന്നെ എന്റെ നട്ടിലകത്തേക്ക് വളഞ്ഞിരുന്നു ഏകദേശം 11.5 വർഷക്കാലം. അങ്ങനെ ഞാൻ ആകെ പ്രയാസത്തിലിരിക്കും. കർത്താവ് പറഞ്ഞു, നിനക്ക് ചികിത്സ വേണ്ട. അപ്പൊ ഞാൻ നിരന്തര ആശുപത്രി കയറി ഇറങ്ങുന്നു, ഡോക്ടേഴ്സിനെ കാണുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തില് കുറെ വിടുതൽ ദൈവം തന്നു. ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹം 3 വയസ്സ് മുതൽ ട്രീറ്റ്മെന്റുകളിലാണ്, മെഡിക്കൽ കോളേജിലെ പ്രത്യേക ട്രീറ്റ്മെന്റിലാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പെട്ടെന്ന് നീര് വന്ന് കയറാൻ, ഈ പിള്ളവാതം എന്ന് പറയുന്ന ആ രോഗമുണ്ട്. അതിന്റെ കൂടെ അദ്ദേഹത്തിന് തൈറോയിഡ്, BP, പിന്നെ ഷുഗറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്, പിന്നെ അതുകൂടാതെ ഹാർട്ടിന്റെ പമ്പിങ് കപ്പാസിറ്റി കുറവ്, അങ്ങനെ ഹൃദയ സംബന്ധമായ വ്യത്യസ്തമായ പ്രയാസങ്ങളും ബ്ലോക്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ വളരെ ക്രിട്ടിക്കൽ ആയിരിക്കുമ്പോ കർത്താവ് എന്നോട് ചികിത്സ വേണ്ടെന്ന് പറഞ്ഞു. കർത്താവ് എനിക്ക് സൗഖ്യം. 2016 എന്റെ മൂക്കിലെ ബ്ലോക്ക് ജനുവരി മാസത്തില് 29, 30 തീയതികളിലായിട്ട് കർത്താവ് മൂക്കിലെ ബ്ലോക്ക് പൂർണ്ണമായിട്ട് മാറ്റി തന്നു. പിന്നെ എനിക്ക് സൈനസൈറ്റിസ് വന്നിട്ടേ ഇല്ല. അതൊരു ഭയങ്കര അത്ഭുതമാണ്. വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടു നടന്ന സൈനസൈറ്റിസ് ദൈവം എടുത്തു മാറ്റി തന്നു. ഒരു ദേവദാസൻ അല്ലെങ്കിൽ ആരും പ്രാർത്ഥിച്ചിട്ടല്ല ഞാൻ ആരോടും അപ്പൊ പ്രാർത്ഥന പറഞ്ഞില്ല. പക്ഷെ പലരോടും പലപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ കർത്താവ് പൂർണ്ണ വിടുതൽ തന്നു. അതുപോലെ തന്നെ ആ വർഷത്തിൽ 2016 നവംബർ 1 തീയതി കർത്താവ് എന്റെ വളഞ്ഞിരുന്ന നട്ടെല്ല് നിവർത്തി തന്നു. അത് കർത്താവ് ഒരു മാസത്തെ ശേഷം വീണ്ടും ഒരു ക്ലാസ് എടുത്തു തന്നു. കർത്താവ് പറഞ്ഞു, നിന്റെ ശരീരത്തിലേക്ക് വരുന്ന രോഗം അത് കർത്താവ് സൗഖ്യമാക്കിയത് വീണ്ടും വരികയാണെങ്കിൽ അത് ശാസിക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ കർത്താവ് തന്ന ആ ബലത്തിൽ ശാസിച്ചു. അതിനുശേഷം എനിക്ക് ആ ബുദ്ധിമുട്ട് പിന്നെ വന്നിട്ടില്ല. അങ്ങനെ എന്റെ 2 വലിയ പ്രയാസങ്ങൾ ദൈവം മാറ്റി. അതിനുശേഷം വന്ന പല രോഗങ്ങളിൽ നിന്നും അത്ഭുതകരമായി സൗഖ്യമാക്കി ഇതുവരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ ഇതുവരെയും ദൈവം പടിപ്പടിയായിട്ട് കരം പിടിച്ചുയർത്താണ്. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരുപാട് പേര് വിടുതൽ പ്രാപിക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് വചനത്തിനകത്ത് നിന്നേ പറയാൻ അറിയാവൂ. വചനത്തിനകത്ത് പറയുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ച് പറയാൻ അറിയാവുള്ളൂ. രക്തസ്രവക്കാരി സ്ത്രീയോട് ആരും പറഞ്ഞില്ല, നീ പോയി യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട എന്ന്. പക്ഷെ ദൈവം ഒരു ജ്ഞാനം കൊടുത്തിട്ട് അവൾ അത് ചെയ്തപ്പോൾ അത്ഭുതമായിട്ട് വന്നു. അതുപോലെ ദൈവം നമുക്ക് ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ നമുക്കുള്ള വിടുതൽ ദൈവം തന്നെ നമ്മളോട് അറിയിച്ചു തരും. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പഠിപ്പിച്ചു തരും. എന്റെ ഹസ്ബൻഡിനും ദൈവം അത്ഭുത സൗഖ്യം കൊടുത്തു. 2017 ഒടുവിലത്തെ മാസത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും 6ഓളം ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരുന്ന രോഗഭാരം ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലണ്ടെന്ന് പറഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന ആളാണ്. ഒരു ജോലിക്ക് വിടരുത്, ബൈക്ക് പോലും ഓടിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്ന ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്ന അദ്ദേഹത്തെ അത്ഭുതകരമായിട്ട് പൂർണ്ണ സൗഖ്യം ദൈവം നൽകി. ആരോഗ്യത്തോടെ കുടുംബകാര്യങ്ങളും ശുശ്രൂഷയായിട്ട് ആയിരിക്കുന്നു, ഉപജീവന പാതയിലായിരിക്കുന്നു. ഞങ്ങള് കുടുംബമായിട്ട് പരസ്യവും ചെയ്യുന്നുണ്ട്. അതുപോലെ വിളിക്കുന്നിടത്തൊക്കെ പോകാറുണ്ട്, ശുശ്രൂഷിക്കാറുണ്ട് ദൈവം തന്ന കൃപയ്ക്ക് അനുസരിച്ച്. എന്നാൽ അതിലെല്ലാം ഉപരി എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയില് ദൈവവചനം കൂടുതലായി പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചില കൂട്ടായ്മകളിലൊക്കെ, സഹോദരിമാരുടെ കൂട്ടായ്മകളിലും കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ പഠിപ്പിക്കാനായിട്ട് അവസരം കിട്ടി. എനിക്ക് തോന്നുന്നു പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് വചനം ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. ഒന്നും അറിയില്ലല്ലോ. അപ്പൊ പഠിപ്പിക്കുമ്പോ ശരിക്കും പഠിച്ചിട്ടേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോ ദൈവം കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ശിഷ്യത്വത്തിലേക്ക് കർത്താവ് പിടിച്ചു കയറ്റി. അതിൻ്റെതായിട്ടുള്ള വലിയ സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്, ചിൽഡ്രൻസ് മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനോടൊക്കെ ചേർന്ന് നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 2010 മുതൽ വ്യത്യസ്തമായിട്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യൂത്തിന്റെ ഇടയിലൊക്കെ പ്രവർത്തിക്കാൻ ദൈവം അവസരം തരുന്നുണ്ട്. ഒരു സംഘടനയുടെ പേരിലല്ല, ഏതെല്ലാം അവസരത്തിൽ എവിടെല്ലാം പോകണം, ഏതെല്ലാം തരത്തിലുള്ളവരുടെ ഇടയിലേക്ക് പോകണം, അവിടേക്ക് പോകാനായിട്ട് ദൈവം അവസരങ്ങൾ തരുന്നു. വലിയ അത്ഭുതമാണ്. പിന്നെ ചില മിഷൻ ഫീൽഡുകളിലൊക്കെ തമിഴ്നാടിന്റെ ഭാഗത്തൊക്കെ കടന്നു പോകാനിടയായി.
എന്റെ ആഗ്രഹം ലോകം മുഴുവനും നടന്ന് ശുശ്രൂഷിക്കണമെന്നാണ്. ഒരുപക്ഷെ ആ ആഗ്രഹം എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വ്യത്യസ്ത ചാനലുകളിലൂടെ വിളിച്ചിട്ട് ഇത്തരത്തിൽ പറയാനിടയായിരുന്നു. ഇപ്പൊ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ കോണ്ടാക്ട്സ് ഉണ്ട്. അവർ വിളിച്ചിട്ട് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയണം. ഞാൻ ആലോചിക്കും, ശരിയാണ്, ജീവനുള്ള ദൈവത്തെ നമ്മൾ രുചിച്ചറിഞ്ഞത്, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിനെന്ന് കൽപ്പിച്ച കർത്താവ് അത്തരത്തിൽ വഴികൾ തുറന്നു തരുന്നതാണ്. ഇത്തരത്തിൽ ആസാദി ചാനലിലൂടെയും എനിക്ക് എന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ അവസരം നൽകി തന്നതിൽ ദേവദാസിയോടും പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എനിക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ നോൺ സ്റ്റോപ്പ് ആണ്. കാരണം ചർച്ചിൽ പോയാലും ഞാൻ പറയാറുണ്ട്, എന്നെ 10 മിനിറ്റ് ശുശ്രൂഷയ്ക്കൊന്നും വിളിക്കരുത്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു വചനം വായിച്ച പോലും എനിക്ക് അതിനകത്ത് കിട്ടിയ സന്തോഷം പറഞ്ഞാൽ തീരില്ല. അപ്പൊ അതുകൊണ്ട് വചനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ വചനത്തിലൂടെ തന്നെ അങ്ങനെ പോകാനായിട്ട് ദൈവം സഹായിക്കും. അപ്പൊ സാക്ഷ്യത്തിലേക്ക് കയറില്ല. സാക്ഷ്യത്തിലേക്ക് കയറിയാല് സാക്ഷ്യം തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് മല പോലെ പറയാൻ അത്രയ്ക്ക് മാത്രം ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഒത്തിരി തെളിവുകളുണ്ട്. നമ്മുടെ ചുറ്റും താമസിക്കുന്നവരൊക്കെ ഇതിന് സാക്ഷികളാണ്. എന്റെ പിതാവിന്റെ കാല് മുറിക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു സ്റ്റേജിലെത്തി, അത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറഞ്ഞോളാം. പക്ഷെ കർത്താവ് 2.5 വർഷക്കാലം മുറിവ് ഉണങ്ങാതിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കോളജിലേക്ക്, വെറുകട ഹോസ്പിറ്റലിൽ മെഡിക്കോളജിലേക്ക് റെഫർ ചെയ്ത് മെഡിക്കോളജിൽ ചെന്ന് കാല് മുറിക്കാൻ വേണ്ടി വെച്ചിരുന്നെടുത്ത് മുറിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് എന്റെ പിതാവിനെ വീട്ടിൽ കൊണ്ടുവന്നു. ദൈവഹിതം നടക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നമുക്കറിയാം, മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നു. 1.5 മാസം ഒരു ട്രീറ്റ്മെന്റും കൊടുക്കാതെ വീട്ടിൽ കിടത്തിയിരുന്നു. മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കിടത്തിയിരുന്നത്. അങ്ങനെ മക്കളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, കാരണം ഗതികേടായിരുന്നു. പക്ഷെ അങ്ങനെ കിടത്തിയിരുന്നപ്പോ എന്റെ കർത്താവ് സൗഖ്യമാക്കി. അദ്ദേഹത്തിന്റെ കാലിലെ മുറിവ് പൂർണ്ണമായിട്ട്, ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നാണ്, പൂർണ്ണമായിട്ട് ഉണക്കി. ആ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലായിരുന്ന മുഴുവൻ സ്കിന്നും തിരിച്ച് നല്ല മനോഹരമായിട്ടുള്ള കാലാക്കി മാറ്റി തന്നു. ഏകദേശം 1 വർഷത്തോട് അടുക്കുന്നവരെ ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ച് ഇഷ്ടമുള്ള ആഹാരം ഒക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം വാർദ്ധക്യത്തിൽ മരിക്കാൻ ഇടയായത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ എനിക്ക് പറയാൻ ഇനിയും ഒത്തിരി പറയാനുണ്ട്. എനിക്കെന്നല്ല, എന്റെ വിശ്വാസം കർത്താവിനെ രുചിച്ചറിയുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും ഓരോ ദിവസവും പറയാൻ വ്യത്യസ്തമായ സാക്ഷ്യങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ ദൈവം പ്രവൃത്തിയിൽ ഭയങ്കരനാണെന്നോ പ്രവൃത്തിയിൽ ഉന്നതനാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ അനുഭവിക്കുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനായിട്ട് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കുന്നു, ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുന്നു, ഞങ്ങളെ പരിപാലിക്കുന്നു. ആ വിശ്വസ്തനായ ദൈവത്തെ അറിയാൻ പറ്റിയത് എന്റെ ജീവിതത്തിലെ ഇതിലും വലിയൊരു ഭാഗ്യമില്ല, ഇതൊരു വലിയൊരു ഉയർച്ചയില്ല. ചില പ്രവാചകരൊക്കെ എന്റെ തലയിൽ കൈവച്ചിട്ട് പറയും, വലിയ ഉയർച്ച ദൈവം കാണിക്കുന്നു എന്ന്. ഞാനപ്പോ എന്റെ ആത്മാവിനോട് ഞാൻ പറയും, ഇതിലും വലിയ ഉയർച്ച ഇനി എന്താണ് വരാനുള്ളത്? എന്റെ കർത്താവിനെ അറിഞ്ഞതിലും വലിയ ഉയർച്ച ഈ ലോകത്തിൽ ഇനി വരാനില്ല. എനിക്കൊരു കാറ് കിട്ടുന്നതോ ഒരു ഫ്ലാറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ എനിക്ക് വേറെന്തെങ്കിലും കിട്ടുന്നതോ ഒരു ഉയർച്ചയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം ഇതിന് താഴെ നിൽക്കുകയുള്ളൂ. കാരണം എന്റെ കർത്താവാണ് എന്റെ ഉയർച്ച, എന്റെ മഹത്വം, എന്റെ സന്തോഷം, എന്റെ ആനന്ദം. കർത്താവിനെ മുഖാമുഖം കാണാനായിട്ട് ഇനി കാലം ഏറെയില്ല. എത്രയും വേഗത്തിൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും ഭയത്തോടെ ഏറ്റവും സന്തോഷത്തോടെ ആയിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ചാനലിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസിയെ കുടുംബമായി കർത്താവിനെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് മാറ്റമില്ലാത്തവനാണ്. അവനെന്നും ജീവിതങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു, അവരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ എത്രയോ സാക്ഷ്യങ്ങളാണ് കേട്ടത്. വ്യത്യസ്തമാകുന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് ഓരോരുത്തരെ കൈ പിടിച്ച് പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു കുറവില്ല. കാലങ്ങൾ എത്ര പോയാലും കർത്താവിൻ്റെ പ്രവൃത്തിക്ക്, കർത്താവിൻ്റെ ശക്തിക്ക് ഒരു മാറ്റമില്ല, കുറവില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ജാതകം എഴുതി എന്നാണ് പറഞ്ഞത്. ആ ജാതകത്തിൽ പറഞ്ഞത് സ്പിരിച്വാലിറ്റിയിൽ മുൻപോട്ട് പോകുമെന്നുള്ളതാണ്. എന്നാൽ ഇതിലൊക്കെ അപ്പുറമായിട്ട് യേശുവിൻ്റെ ഒരു ശിഷ്യയായിട്ട്, യേശുവിൻ്റെ ഒരു ദാസിയായിട്ട് ജീവിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തു. അതിൽ പരം വലിയൊരു ഭാഗ്യമില്ല. ഈ മറ്റ് പല റിലീജിയനിലും ശിഷ്യത്വമുണ്ട്, ഡിസൈപ്പിൾഷിപ്പുണ്ട്. അവിടെയൊക്കെ ശിഷ്യരായി തീരുകയാണ് ചെയ്യുന്നത് അവരുടെ ഒരു ചിന്താഗതിയിൽ. എന്നാൽ യേശുവിൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്നത്, യേശുവിൻ്റെ ഡിസൈപ്പിളായി തീരുക എന്ന് പറയുന്നത് എത്ര വലിയ ഒരു ഭാഗ്യമാണ്. വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവമാണ്. പ്രിയ സിസ്റ്റർക്ക് ഇത് രണ്ടും അനുഭവിക്കുവാനും തിരിച്ചറിയുവാനും ഇടയായി തീർന്നു അല്ലേ? ലോകപ്രകാരമുള്ള ഒരു സന്യാസ ജീവിതത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ആ ശിഷ്യത്വം മാറ്റിവെച്ചിട്ട് പിന്നെ മുൻപോട്ട് ജീവിക്കുമ്പോഴാണ്
ഈ നല്ല കർത്താവിൻ്റെ ശിക്ഷയാകുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. ദൈവം സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഇനി അനേക വേദികളിൽ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം പറവാനും പഠിപ്പിക്കുവാനും ഒക്കെ കർത്താവ് എല്ലാ കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർക്ക് ഇനി ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ജീവിതാനുഭവങ്ങൾ എന്തെങ്കിലും പറയാം, ബാക്കിയുണ്ടെങ്കിൽ പറയാം. ഇല്ലായെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സിസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിക്കാം. താങ്ക് യു പാസ്റ്റർ. എനിക്ക് പറയാനെന്ന് പറയുമ്പോൾ ഓരോ ദിവസത്തിലും എന്റെ ജീവിതത്തിൽ നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതമാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, എന്റെ ഒരു 39ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, അതായത് 30ാം വയസ്സിൽ ഞാൻ കർത്താവിനെ അറിയുന്നത്. അപ്പൊ 39ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞു, കർത്താവ് എല്ലാവരും ഇങ്ങനെ 40 ദിവസമൊക്കെ ഉപവസിക്കുന്നുണ്ടല്ലോ, കൂടുതലും ദൈവദാസന്മാരെ ഉപവസിക്കുന്നത്. അപ്പൊ എനിക്ക് 40 ദിവസം ഉപവസിക്കണം. പക്ഷെ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവം എനിക്ക് അനുവാദം തരണം, 40ാം വയസ്സിൽ എനിക്ക് 40 ദിവസം ഉപവസിക്കണം. എന്റെ കർത്താവ് എന്നോട് പറയുന്ന എന്താണെന്ന് എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതെന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ചിന്തിച്ചത് കർത്താവ് അത് എന്തെങ്കിലും ഒരു വചനോ അടയാളമൊക്കെ തരുമായിരിക്കും എന്നായിരുന്നു. പക്ഷേ കർത്താവിന് വലിയ കൃപയാല് എനിക്ക് 40ാം വയസ്സിൽ 40 ദിവസം ഉപവസിക്കാൻ ദൈവം അവസരം തന്നു. അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം 21 ദിവസമൊക്കെ ഞാൻ ശീലിച്ചു വന്നു. അങ്ങനെ എന്നെ പല ദേവദാസന്മാരും പഠിപ്പിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പലരോടും ഞാനിങ്ങനെ ചോദിച്ചു. പ്രത്യേകിച്ചും എനിക്ക് 1-2 ദേവദാസന്മാരും പ്രത്യേക കടപ്പാടുണ്ട്. അവര് അതിനെ 3 ദിവസം, 5 ദിവസം, 7 ദിവസം അങ്ങനെയൊക്കെ ഉപവസിക്കാൻ പ്രേരിപ്പിച്ച് ഒടുവില് ഉപവാസത്തിന്റെ ഒരു അനുഗ്രഹത്തിലേക്ക് എന്നെ നടത്തി. പക്ഷെ ആ ഒരു 21 ദിവസത്തിലൊക്കെ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ 40 ദിവസം എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് ഭയമായിരുന്നു. എന്നാൽ ദൈവം സഹായിച്ചു. 40ാമത്തെ 40 ദിവസത്തെ ഉപവാസത്തിൽ ദൈവം എന്നോട് ഇടപെട്ടു. ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കർത്താവിന്റെ വയലിലേക്ക് വരാനായിട്ട് കർത്താവിന്റെ ഇടപെടല്, വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിൽ എല്ലാം തീർക്കുക, പിന്നത്തേതിൽ വന്ന് വീട് പണിയുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ വചനം എന്നോട് ഇടപെട്ട് കഴിയുമ്പോൾ എനിക്ക് അതിൽ കുറെ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, കർത്താവെ, ഞാൻ ജോലി ചെയ്ത് ശുശ്രൂഷ ചെയ്യും, എനിക്ക് ആരുടെ മുന്നിൽ കൈനീട്ടാൻ താല്പര്യമില്ല എന്നൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ കർത്താവ് അത് എനിക്ക് വചനത്തിലൂടെ തന്നെ കുറച്ച് തിരുത്തലുകളൊക്കെ ചെയ്തു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാൻ നോക്കാം, കൊലയ്ക്കായി വിളച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കാം, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? ഇതാണ് കർത്താവ് എന്നോട് ചോദിച്ചത്. അപ്പൊ എന്റെ മേലുള്ള ദൗത്യം വളരെ വലുതാണ് എന്ന് കർത്താവ് ഇടപെടാനിടയായി. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും ശുശ്രൂഷയിലേക്ക് സമർപ്പിക്കപ്പെട്ടു. ഇപ്പൊ 8 വർഷമായിട്ട് പൂർണ്ണമായിട്ട് കർത്താവിന്റെ വയലിലാണ്. അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ജോലി ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ വളരെ അല്പമായിട്ട് മാത്രമാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ജോലി വിട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടതടവില്ലാതെ ശുശ്രൂഷ ചെയ്യാൻ മാത്രം ശുശ്രൂഷകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ എനിക്ക് ഏറ്റവും വേദനയുള്ള ഒരു സംഭവം മാത്രമേ ഞാൻ പറയാം. എന്റെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് തോന്നുന്നു ഒരു 3 മാസം, ഒരു 6 മാസത്തിനുള്ളില് കർത്താവ് ഞങ്ങളെ ശുശ്രൂഷയിലേക്ക് ഇറക്കി. അത് എങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ അതിന്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് അറിയില്ല. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടാണ് നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് എന്നൊക്കെ ചോദിച്ചാൽ പേടിച്ചു പോവുള്ളൂ. കാരണം അങ്ങനെയുള്ള വചന വെളിപ്പാടുകളോ അറിവുകളോ ഒന്നും വരുന്നതിന് മുന്നേ ശരിക്കും വചനം അറിയില്ല. ഇതിനകത്ത് ഇപ്പൊ ലൂക്കോസ് എവിടെയാണ്, മത്തായി എന്താ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അറിയില്ല. ആ ഒരു സ്റ്റേജില് കാണുന്നവരാരെങ്കിലും ഒക്കെ കണ്ടിട്ട് ചോദിക്കും, ഞങ്ങളുടെ വീട്ടിലൊരു കൂട്ടായ്മയിൽ ഒരു ശുശ്രൂഷ ചെയ്യാൻ വരുമോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങിയപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എനിക്കിത് വായിക്കണം, വിശുദ്ധ വേദപുസ്തകം ഒന്ന് വായിക്കണം. പക്ഷെ ജോലിയുടെ തിരക്കിൽ ഓടുന്നോണ്ട് അതിനൊരു അവസരം വേണോന്ന് പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ വെറുതെങ്കിലും മനസ്സുകൊണ്ട് പറഞ്ഞു, 1 മാസം ലീവ് എടുത്തിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വിശുദ്ധ ബൈബിൾ ഒന്ന് വായിക്കാമായിരുന്നു. ആ പറഞ്ഞ 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റ് ആയി. എനിക്ക് ആരുടെ ഒരു ശല്യവും ഇല്ലാതെ ബൈബിൾ ഏറെക്കുറെ വായിക്കാൻ പറ്റി. എല്ലാ ഭാഗവും വായിച്ചെന്നല്ല, പേരൊക്കെ വരുന്ന ഭാഗമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. പക്ഷെ പുസ്തകം വായിച്ചപ്പോ യോബിന്റെ പുസ്തകം എന്നെ വളരെയധികം സ്പർശിച്ചു. എന്റെ ജീവിതത്തിലെ, എന്റെ കുടുംബത്തിലെ, എന്റെ സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ ദൈവം നടത്തിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇനി യോബിന്റെ പുസ്തകത്തിലെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് എന്നെ വളരെയധികം അതിശയിപ്പിച്ചു. ശരിക്കും വിശുദ്ധ വേദ പുസ്തകത്തിലെ ദൈവത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ യോബിന്റെ പുസ്തകം മാത്രം വായിച്ചാൽ മതി. അത്രയ്ക്ക് മാത്രം ആഴത്തിലുണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ യോബിന്റെ പുസ്തകവുമായിട്ട് ഒരുപാട് സമയം ചെലവിടാൻ ദൈവം സഹായിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കർത്താവ് ശുശ്രൂഷയിലേക്ക് കരം പിടിച്ച് നടത്തുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. പക്ഷെ 2012 കർത്താവ് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാനൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടു.
അതൊക്കെ എനിക്ക് അത്ഭുതമാണ്. ദൈവശബ്ദം കേട്ട് അങ്ങനെ ഓരോ ശുശ്രൂഷ ചെയ്യാണ്. പക്ഷെ ഒരു ദിവസം ഞാൻ ചർച്ചിൽ ഒരു മീറ്റിംഗിൽ ഇരുന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരു കുഞ്ഞ് അവിടേക്ക് വന്നു. അപ്പൊ അവനൊരു 23-24 വയസ്സേ ഉണ്ടാവുള്ളൂ. അവൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ശുഭ ടീച്ചർ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതേന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു 35 വയസ്സിന് മേളിൽ പ്രായം തോന്നുന്ന ഒരു യുവാവാണ്. അപ്പൊ ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരു താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം കവിളൊക്കെ ഒട്ടി കണ്ണൊക്കെ പൊഴിഞ്ഞൊരു വിരൂപനായിട്ടുള്ള ആളാണ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോ എന്നോട് പറഞ്ഞു, എന്നെ ഓർക്കുന്നുണ്ടോ ടീച്ചർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നെ 10ാം ക്ലാസ് വരെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന ആളാണ്. പെട്ടെന്ന് ഞാൻ അത് ഓർത്തു. കാരണം അവർ ട്വിൻസ് ആണ്. രണ്ടുപേരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായിരുന്നു ആ ഇയറിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്ത് ഇങ്ങനെ പറ്റിയേ? അപ്പൊ പറഞ്ഞു, ടീച്ചർ എന്റെ ജീവിതം ആകെ തകർന്നു പോയി. എനിക്ക് ഞാനപ്പൊ ടീച്ചറാണ്, പക്ഷെ രക്ഷിക്കപ്പെട്ടു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞത്, ടീച്ചർ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നല്ലോ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ടീച്ചർ എന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്, ഞാൻ ടീച്ചറിനെയും സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ച് ടീച്ചർ എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിന്നപ്പോ തന്നെ ഞാൻ എന്റെ ദേഹമൊക്കെ തളരുന്ന പോലെ എനിക്ക് തോന്നി. ചോദിച്ചു, മോനെ എന്തോ പറ്റി? അപ്പൊ ഞാൻ ഞാനൊന്ന് കണക്ക് കൂട്ടിയപ്പോ അവനൊരു 23 വയസ്സേ ആവുന്നുള്ളൂ. പക്ഷെ കണ്ടാൽ അങ്ങനെയല്ല, ഒരു 35 വയസ്സിന് മേളിൽ തോന്നിക്കും. അപ്പൊ ഞാൻ എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോ അവൻ എന്റെ കൈയും എന്റെ ദേഹത്തോട് ചേർന്ന് നിന്നിട്ട് അവൻ എന്നോട് പറയാണ്, ടീച്ചർ ഞാൻ ആ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ ജയിച്ചല്ലോ. അത് കഴിഞ്ഞ് ഞാൻ +2 പോയി. +2 എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പക്ഷെ തുടർന്ന് പഠിപ്പിക്കാൻ എന്റെ മാതാപിതാക്കൾക്ക് കഴിയാത്തത് കൊണ്ട് അവരെനിക്ക് ഓട്ടോറിക്ഷ എടുത്തു തന്നു. ഞാൻ ഇതുമായിട്ട് പേരൂർക്കടയിലെ ഓട്ടോ സ്റ്റാൻഡില് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എന്റെ ഉള്ളിലെ ഈ നിരാശ കൂടി വന്നു. ഞാൻ ഇത്രയും പഠിച്ചിട്ടും മിടുക്കനായിരുന്നിട്ടും എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ അങ്ങനെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാൻ തുടങ്ങി. ഒരുപാട് കൂട്ടുകെട്ടായി. ഞാൻ അങ്ങനെ വളരെ വീര്യം കൂടി. ആദ്യം കഞ്ചാവൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ പിന്നെ വളരെ വീര്യം കൂടിയ ലഹരി വസ്തുക്കളൊക്കെ എനിക്ക് എന്റെ കൂട്ടുകാരിൽ തന്നെ പലരും എത്തിച്ചു തന്നു. അങ്ങനെ ഞാൻ അത് ഉപയോഗിച്ചു. എന്റെ വണ്ടി ആക്സിഡന്റ് ആയി പോയി. അത് കഴിഞ്ഞ് ഞാൻ സുബോധമില്ലാത്തവനായി. ഞാൻ ലക്കില്ലാതെ അലഞ്ഞു തിരിഞ്ഞു. പലപ്പോഴും മാതാപിതാക്കളൊക്കെ നോക്കി അവരുടെ കൈക്ക് നിൽക്കില്ല എന്ന് കണ്ടു. ഞാൻ അലഞ്ഞു തിരിഞ്ഞ് തമിഴ്നാടിന്റെ ഭാഗത്തെത്തി. തമിഴ്നാടിന്റെ ഭാഗത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എങ്ങാണ്ടാണ് ബോധരഹിതനായിട്ട് കിടക്കുമ്പോൾ ഒരു ദേവദാസൻ വന്ന് മോനെ എടുത്തുകൊണ്ട് പോയി അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. 6 മാസത്തോളം അവന് സുബോധമില്ലായിരുന്നു. അദ്ദേഹം മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ സുബോധം വന്നു കഴിഞ്ഞപ്പോൾ നാടിവിടെയാണെന്നും മാതാപിതാക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. പക്ഷെ ഇവിടെ വന്നപ്പോ അവന്റെ അവശ്യ നിലയിലാണ്. ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാകുന്നത് അവന്റെ കിഡ്നി ഫെയിലിയർ ആണ്. അവന്റെ കരള് ഏകദേശം ദ്രവിച്ചു പോയിരിക്കുകയാണ്. നട്ടലിന്റെ ഭാഗം ദ്രവിച്ചു പോയിരിക്കുകയാണ്. അവന്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. അപ്പൊ എന്റെ മുന്നിൽ വരുമ്പോ അവൻ എന്നെ ഒരു നിഴല് പോലെ കാണാവുള്ളൂ. എന്റെ ശബ്ദം ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ശുഭ ടീച്ചർ ആണോ എന്ന് ചോദിച്ചത്. അപ്പൊ അങ്ങനെ അവന്റെ ശരീരം ആകെ ക്ഷീണിത അവസ്ഥയിലാണ്. എത്ര നാൾ കൂടി ജീവിക്കുമെന്നറിയില്ല. വേറൊരു സുഹൃത്തിന്റെ സഹായത്തോടെയാണ് അവൻ നടക്കുന്നത്. അപ്പൊ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വീണ്ടും ചേർത്ത് പിടിച്ച് അവൻ കരയാണ്, പൊട്ടിക്കരയാണ്. അപ്പൊ എനിക്കും കരയണമെന്നുണ്ട്. ഞാനാ പറഞ്ഞു, മക്കളെ എനിക്ക് അറിയില്ലായിരുന്നല്ലോ യേശുപ്പച്ചനെ, ഞാനും ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു. അതെന്നെ വളരെയധികം വേദനിപ്പിച്ചു. ഞാൻ പല ദിവസവും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് ഞാൻ ചിന്തിക്കും, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹിക്കുന്ന ഒരു ടീച്ചറാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. ഞാൻ എന്റെ സമയം പോലും നോക്കാതെ ഒത്തിരി വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ക്ലാസ് റൂമിലൊന്നും ഞാൻ ഇരുന്ന് ടീച്ച് ചെയ്തിട്ടേ ഇല്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാനും കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്തോ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ആ ജോലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ പഠിപ്പിച്ചതൊക്കെ പ്രയോജനമാകുന്നില്ലേ ഞാൻ പഠിപ്പിക്കുന്നുണ്ടത്. അപ്പം ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ആ രീതിക്കൊക്കെ ഉള്ള പഠനവും പഠിപ്പിക്കലൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. കാരണം എന്റെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഞാൻ പഠിച്ചതൊക്കെ വെച്ചിട്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഓവർ ഫീലിംഗ് നടത്തുമായിരുന്നു പല കാര്യത്തിലും. അപ്പൊ അതൊക്കെ എനിക്ക് മാറ്റം വന്നു. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ അതിൽ ഞാന് ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ 40ാം വയസ്സിലുള്ള ഫുൾ ഉപവാസം ദൈവം അനുവദിച്ചു തന്നതും സഹായിച്ചതും. പൂർണ്ണമായി ഉപവസിച്ചു കഴിഞ്ഞപ്പോ കർത്താവിന്റെ ഇടപെടൽ ഉണ്ടായി. പൂർണ്ണമായിട്ട് എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ വചനം എന്നോട് ദൈവം ഇടപെട്ടു. അവൻ വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിലെല്ലാം തീർക്ക, പിന്നത്തേതിൽ വന്ന് വീട് പണിയുക. കർത്താവിന്റെ ആ വചനത്തിന്റെ ബലത്തിൽ പിന്നെ എനിക്ക് കർത്താവ് നൽകിയതെല്ലാം യൂത്തിനിടയിലുള്ള ശുശ്രൂഷകൾ, അതുപോലെ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷകളൊക്കെയാണ്. അത് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് വലിയ ഇഷ്യൂസ് ഞങ്ങളുടെ കുടുംബപരമായ വിഷയങ്ങളിലാണ് വന്നത്. പക്ഷെ വന്നിട്ട് അത് 5ഓളം കേസുകളായിട്ട് മാറി. ഞങ്ങളെ കുടുക്കാൻ വേണ്ടി ചിലര് മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു. പക്ഷെ അതിനവര്
പിൻബലമായിട്ട് പറഞ്ഞത് മതപരിവർത്തനത്തെ കുറിച്ചായിരുന്നു. അങ്ങനെ ക്രിമിനൽ കേസുകൾ 2 അല്ലാതെ 3 കേസുമായിട്ട് ഞങ്ങൾ കേസുകളിലൊക്കെ അകപ്പെട്ടു പോയി. ഭയങ്കരമായ പ്രതികൂലം വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ളതിനേക്കാൾ 7 ഇരട്ടി പ്രതികൂലം പിന്നെയും വന്നെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മാത്രം പ്രതിസന്ധിയിലായി. പക്ഷെ വിശ്വസ്തനായ ദൈവം, കർത്താവിന്റെ കൃപ, നമ്മൾ ആർക്കും ദ്രോഹമായിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും, അത് ഉറപ്പാണ്. കാരണം ഞങ്ങളെ ചതിച്ചത് ഒരു 4 പോലീസുകാരാണ്. അവര് കൈക്കൂലി വാങ്ങിയിട്ട് ഞങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്തു. ഹസ്ബൻഡിനെയും സഹോദരനെയും വിലങ്ങ് വെച്ചൊക്കെ കൊണ്ടുപോയി. അപ്പൊ അത്രയും എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അറസ്റ്റ് വാറന്റ് പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് അവരതൊക്കെ ചെയ്തത്. ഞങ്ങൾ അതൊന്നും അറിയുന്നില്ല, ഞങ്ങൾക്ക് ഒരു പിടിപാടില്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു അറിവ് പോലും ഇല്ല. പക്ഷെ ദൈവം അതിന്റെ മേൽ പ്രവർത്തിച്ചപ്പോ അവർക്ക് എല്ലാവർക്കും എതിരായിട്ട് ആ പ്രശ്നങ്ങൾ തിരിഞ്ഞു ചെന്നു. അവരുടെ 4 പേരുടെയും ജോലി പോയി എന്നാണ് അറിയുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങളായിട്ട് ഒരു കാര്യവും ചെയ്തില്ല. ഞാൻ ഒരു പരാതി എഴുതി കൊടുത്തു. എനിക്ക് കാരണം നിരന്തരമായിട്ട് ഗുണ്ടകളായിട്ടുള്ള ആൾക്കാരുടെ ശല്യം ഉണ്ടായി. ഈ പോലീസുകാരുടെ ഹെൽപ്പോട് കൂടി ഒരു 8-10 പേരിങ്ങനെ നിരന്തരം എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് എനിക്ക് ജോലിക്ക് പോകുന്നിടത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായപ്പോ ഞാൻ വെറും ഒരു ആപ്ലിക്കേഷൻ, ഒരു സാധാരണ ഒരു സ്ത്രീക്ക് എഴുതാവുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ എഴുതി ഞാൻ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. അപ്പൊ അവര് പറഞ്ഞു അത് ഇവിടെ അല്ല തരേണ്ടിയത്, ഇത് ഇന്ന സ്ഥലത്തേക്ക് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് എന്നെ വിട്ട് ഞാൻ DGPയുടെ ഓഫീസ് വരെയും പോവേണ്ടി വന്നു. ഞാനായിട്ട് പോയതല്ല, എന്നെ അവര് ഡയറക്റ്റ് ചെയ്ത് വിട്ടതാണ്. സത്യത്തിൽ ഒരു തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ഒരു വക്കീലിന്റെയും ഗൈഡൻസ് പോലും ഇല്ല. അങ്ങനെയൊന്നും ആരും സാധാരണ പോയില്ല എന്നാണ് എന്റെ അറിവ്. പക്ഷെ അന്ന് ഞാൻ എന്താ ചെയ്തത്, എനിക്കൊരു ഈ എന്തെങ്കിലും അപായപ്പെടുത്തിയാലോ, ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു അപായപ്പെടുത്തിയാലോ, ഒരു ഇൻഫർമേഷൻ കൊടുത്തില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പക്ഷെ DGPയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോഴും അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ മതം മാറ്റാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചു. സാർ, ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞു. നിറയെ IG മാരും ഒത്തിരി വലിയ കൂടിയ സ്റ്റാറൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരെല്ലാരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ലേഡീസും ജെന്റ്സും ഉണ്ട്. ഇവരുടെ എല്ലാം മുന്നിൽ ഞാൻ ഇങ്ങനെ പകച്ച ഒരു ഭയങ്കര തെറ്റ് ചെയ്ത ഒരു വ്യക്തിയെ പോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ, ആ ക്യാബിനിൽ നിൽക്കുമ്പോ തന്നെ എന്റെ മുട്ടിടിക്കുകയാണ്. എന്നിട്ട് ഞാൻ കർത്താവിന്റെ സാക്ഷ്യം, കർത്താവ് എന്നെ ജീവനിലേക്ക് കൊണ്ടുവന്ന സാക്ഷ്യം ചുരുക്കമായിട്ട് പറയാൻ ദൈവം അവസരം തന്നു. അപ്പൊ ഞാൻ ആലോചിച്ച, എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചത് കർത്താവിന്റെ വലിയ സാക്ഷിയാകാനാണ്. പിന്നത്തേതില് യെശയ്യാ പ്രവാചക പുസ്തകം 44-ന്റെ 7-ാമത്തെയോ 8-ാമത്തെയോ വാക്യത്തിലാണല്ലോ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. അപ്പൊ അവിടെ പറയുന്ന ആ വാക്യത്തിന്റെ മുന്നിൽ പിന്നിലായി പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ശരിക്കും ദൈവമല്ലാത്തതിനെ ദൈവം എന്നോർത്ത് അവയുടെ മുന്നിൽ കുമ്പിടുകയും വണങ്ങുകയും ആരാധിക്കുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഞങ്ങളെ ജീവനുള്ള ദൈവം വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് സാക്ഷിയാക്കാൻ തന്നെയായിരുന്നു. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, സാക്ഷ്യവും വചനവും പറയണമെന്ന് പറഞ്ഞു. അപ്പൊ വചനം ഞാൻ എന്തോ പറയും കർത്താവിനോട് ചോദിച്ചു. കർത്താവിന്റെ കൃപയാൽ കർത്താവ് വചന വെളിപ്പാടുകളെ നൽകി തന്നു. ശുശ്രൂഷിക്കാനൊക്കെ ദൈവം അവസരങ്ങളെ നൽകി തന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 75-ൽ കൂടുതൽ സങ്കീർത്തനങ്ങൾ ഒരു ചാനലിൽ, വന്ന ടെലിവിഷൻ ചാനലിൽ ചെയ്യാനായിട്ട് ദൈവം കൃപ ചെയ്തു. അത് കഴിഞ്ഞ് ചില സാങ്കേതിക പ്രശ്നങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടിനാലും ആ ശുശ്രൂഷ അങ്ങ് നിന്നുപോയി. അത് കഴിഞ്ഞപ്പോ വ്യത്യസ്തമായ ശുശ്രൂഷകളിലൂടെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ദൈവം പ്രേരണ ആകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ദൈവത്തിന്റെ ഇടപെടലുണ്ടായി ചെയ്യണം. കാരണം എന്നെ വിളിക്കുന്ന പലരും ചോദിക്കുന്നത്, ഞാൻ എന്തോ മാജിക് അല്ല, എനിക്ക് എന്തോ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ ഇങ്ങനെ പിടിച്ചു വാങ്ങുകയാണെന്ന്. പക്ഷെ വചനത്തിനകത്ത് സകലതും ഉണ്ടല്ലോ, സകലതും ഉണ്ട്. നമ്മളിങ്ങനെ പെറുക്കിയെടുത്താൽ മതി. എങ്ങനെയാണോ മരുഭൂമിയിൽ മഞ്ഞ വീണ് ഓരോ ദിവസവും കിടക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ചെന്ന് പെറുക്കിയെടുത്ത് അന്നേക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് സൂപ്പറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ നമുക്ക് എല്ലാം നിറച്ചു വെച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മളൊന്ന് ചെന്നാൽ മാത്രം മതി. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുമ്പോൾ ഇത് നമ്മൾ അലക്ഷ്യമാക്കാൻ പാടില്ല. വിലപ്പെട്ട തിരുവചനങ്ങളെ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഗ്രഹമാണ്, ഓരോ ദിവസവും വിടുതലാണ്. നമുക്ക് ഒരു മറ്റ് ഏതൊരു വ്യക്തിയുടെയും സഹായം പോലും ആവശ്യമില്ല. ഞാൻ അത്രയും ധൈര്യത്തോടെ പറയുന്നത്, എനിക്ക് വേണ്ടി ഒത്തിരി ദേവദാസന്മാര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ബലം മുഴുവനും കർത്താവിൽ തന്നെ ആയിരിക്കണം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവൻ എന്നെ വിലപ്പെട്ട ചില ദേവദാസന്മാർ വചനം പഠിപ്പിക്കാനിടയായി 3 ബൈബിൾ കോളേജുകളിൽ പഠിച്ചു.
ഭാഗികമായാണ് പഠിക്കാൻ ഇടയായത്. ഒരു ബൈബിൾ കോളേജിൽ ഏകദേശം 1 വർഷം പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് ഭയങ്കര ഒരു ദുരുപദേശ സഭയാണ്. പരിശുദ്ധാത്മാവിനെ അവർ അംഗീകരിക്കുന്നില്ല. ഒരു ടെക്സ്റ്റ് ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പൊ ഞങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ പിന്നെ തുടർന്ന് നിൽക്കാൻ പറ്റും? ഞങ്ങൾ ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വ്യവസ്ഥ പ്രകാരം വചനം ഏറെ വർഷങ്ങൾ പഠിക്കാനായിട്ട് ദൈവം കൃപ ചെയ്ത് ഒരു ബൈബിൾ കോളേജ് ചേർന്ന് പഠിച്ചു. CTH എടുത്തു. അത് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയതല്ല. ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പോയി പഠിച്ചു. എന്നിട്ട് ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ചതിന് വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ എക്സാം എഴുതി. എക്സാം എഴുതുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു. കാരണം ഈ പുസ്തകം പഠിച്ചു എന്ന് പറഞ്ഞാൽ എക്സാം എഴുതാനുള്ള പ്രാഗൽഭ്യം ഒരിക്കലും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. ഹല്ലേലൂയ. കർത്താവ് ഓരോ ദിവസവും പഠിപ്പിച്ചു തരുന്നത് പുതിയ പുതിയ പാഠങ്ങളാണ്, പുതിയ പുതിയ അനുഭവങ്ങളാണ്. പിന്നെ ഒരു അടിസ്ഥാനം വേണമല്ലോ, അതുകൊണ്ട് പഠിച്ചു. പിന്നെ ഇപ്പൊ ഒരു ബൈബിൾ കോളേജിലെ സ്റ്റുഡന്റ് തന്നെയാണ്. എപ്പോഴും ക്ലാസ്സിന് കയറാൻ പറ്റാറില്ല. മിക്കവാറും ഇതുപോലെ വൈകുന്നേര സമയങ്ങളിൽ മീറ്റിംഗ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സുകൾ മുടങ്ങുന്നെങ്കിലും ഞാൻ സ്റ്റുഡന്റ് ആണ്. എനിക്ക് അന്ത്യം വരെ കർത്താവിനെ കാണുന്ന, അല്ലെങ്കിൽ മരണം വഴി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന നിമിഷം വരെയും എനിക്കൊരു സ്റ്റുഡന്റ് ആയിട്ടിരിക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും തൃപ്തരാകരുത് കർത്താവിന്റെ സന്നിധിയിൽ. ഒരിക്കലും തൃപ്തരാകരുത്. കർത്താവിനോട് ഓരോ ദിവസവും ചോദിക്കുക. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുക അല്ല ചെയ്യാൻ. അത് കർത്താവിനെ ഏറ്റവും വേദനിപ്പിക്കും. കാരണം അതെല്ലാം കർത്താവ് കൃത്യസമയത്ത് തരും. അതതിന്റെ സമയത്ത്. അവൻ ഒരു കാര്യത്തിൽ ഒരു താമസവും ദൈവം വരുത്തില്ല. എന്നെ അത് മോളാണ് ഒരിക്കൽ കൂടി പഠിപ്പിച്ചത്. അവളുടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾക്ക് വേണം എന്ന് പറഞ്ഞു സ്കൂളില് അവൾ അഡ്മിഷന് വേണ്ടിയിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു. അത്ഭുതകരമായിട്ട്. അവൾക്ക് മാർക്ക് കുറവായിരുന്നു. പക്ഷെ അവളെക്കാൾ മാർക്കുള്ളവരെക്കാൾ മുന്നേ കർത്താവ് അവൾക്ക് സീറ്റ് ഒരുക്കിയിട്ടിരുന്നു. അത് ഭയങ്കര അത്ഭുതമാണ്. അവൾ പറഞ്ഞ അതേ സബ്ജക്റ്റിൽ അവൾക്ക് സീറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവളുടെ ഡിഗ്രിയുടെ അഡ്മിഷന് വേണ്ടിയിട്ടായിരിക്കുമ്പോഴും അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ദൈവം തരും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ആഗ്രഹം അനുസരിച്ച് ദൈവം അതെല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മൾ അതിലൊന്നും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അവൻ കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുവാൻ അറിയുന്ന ദൈവം സകലത് കൃത്യസമയത്ത് നമുക്ക് ചെയ്തു തരും. അവൻ ബാലസിംഹങ്ങളെ ഇരകിട്ടാതെ വിശന്നിരിക്കുക. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് കൃത്യമായിട്ട് ചെയ്യും. നമ്മുടെ കർത്താവ് അനുഭവിച്ച ആ ഒരു ജീവിത പാത, അത് ദൈവം അനുഭവിച്ചത് മാത്രമല്ല, ദൈവം നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന ഒരു ജീവിത പാത പിന്തുടരാൻ നമുക്ക് കഴിയണം. അത് കഴിയാത്തതാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള എന്റെ വിശ്വാസ ജീവിതത്തിലെ പരാജയം. കർത്താവ് പറഞ്ഞു കർത്താവിന്റെ ആ നുകം ഏറ്റുകൊണ്ട് പഠിക്കാൻ പറഞ്ഞു. കർത്താവിന്റെ നുകം മൃദുവും ചുമട് ലഘുവുമാണ്. അപ്പൊ ആ നുകം ഏറ്റുകൊണ്ട് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും താഴ്മയിലോട്ട് പോകും, ഏറ്റവും ലാളിത്യത്തിലോട്ട് പോകും. അങ്ങനെ ആയിത്തീരാനുള്ള കൊതിയോടെയാണ് ഇപ്പൊ ആയിരിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് എന്റെ പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആഡംബര ജീവിതമല്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഉണ്ടെന്ന് പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തു ഉണ്ടെന്ന് പറയുന്നതാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മൾ ചെയ്ത് ജീവിച്ചിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് മൗഢ്യമാണ്. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാവില്ല. പക്ഷെ പിശാച് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. കാരണം കർത്താവിന്റെ മുന്നിൽ വന്നിട്ട് തന്നെ പറഞ്ഞു നീ വീണൊന്ന് നമസ്കരിച്ചേ, കാണുന്ന മുഴുവൻ നിനക്ക് തരാന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ നമുക്ക് കാണുന്ന നമ്മുടെ കണ്ണിന് ഇമ്പം തോന്നുന്ന കൺമോഹവും ജഡമോഹവും ജീവനത്തിനുള്ള പ്രതാപവും ഒക്കെ ഉണ്ടാക്കി തരാനായിട്ട് നമുക്ക് ചുറ്റിലും പിശാച് കൊണ്ടുവയ്ക്കുന്ന കെണികളൊക്കെ കണ്ടിട്ട് നമ്മൾ കർത്താവിനോട് ഇത് തരണേ അത് തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്നില്ലെങ്കിൽ പിശാച് തരും. കറക്റ്റ് ആയിട്ട് തരും. അവൻ തന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് ആത്മപാതാളത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ദൈവ പൈതലായിട്ടുള്ള ഒരു വ്യക്തിയും അത്തരത്തിലുള്ള വ്യാജ വ്യാപാരങ്ങളുടെ ഇടയിൽ പോയി അകപ്പെട്ടു പോകാതിരിക്കാൻ വിശുദ്ധ ബൈബിളിനെ ആശ്രയിക്കാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധയോടെ ഒരുങ്ങേണ്ട കാലഘട്ടമാണ്. നമ്മുടെ തലമുറകൾ നമ്മുടെ കുടുംബങ്ങൾ വളരെ വളരെ അപകടകരമായ ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറയാനിടയായി അന്യഭാഷ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അഭിഷേകം കിട്ടിയിട്ടില്ല എന്നുള്ള ഉറപ്പ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. അതായത് വല്ലാതെ തെറ്റിപ്പോകുന്ന കൺഫ്യൂഷൻ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് വിശ്വാസികളായിരിക്കുന്നത്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയില്ല. ഞങ്ങൾക്ക് ഈ വിശ്വാസ ജീവിതത്തിലെ 17 വർഷത്തിനുള്ളിൽ മനസ്സിലായ ഒരു കാര്യം, കലക്കത്തിന്റെ ഒരു ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അത് പെന്തക്കോസ്ത് സമൂഹത്തിനകത്തുണ്ട്, സഭകൾക്കകത്തുണ്ട്, കൂട്ടായ്മകൾക്കകത്തുണ്ട്, ദൈവദാസന്മാരിലുണ്ട്. ഒരാൾ ഒന്ന് പ്രസംഗിക്കുന്നു, വേറൊരാൾ വേറൊന്ന് പ്രസംഗിക്കുന്നു. അപ്പൊ ഇത് തമ്മിൽ ക്ലാഷ് ആവുന്നു. അപ്പൊ ശരിക്കുള്ള വിശ്വാസം ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വിശ്വാസി വല്ലാതെ കുഴച്ചിലിരിക്കുന്നു.
അനേക കാലങ്ങൾ പരിചയപ്പെടാൻ കഴിയുന്നു. അത് പെന്തക്കോസ്ത് സമൂഹത്തിനകത്തും ഉണ്ട്. പിന്നെ മറ്റു സമൂഹത്തെ കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ. ഒരു മൊത്തത്തിൽ ഈ മതപരമായ ആചാര അനുഷ്ഠാനങ്ങൾ കുഴഞ്ഞു കിടക്കുന്നവരാണ്. മറ്റൊന്നും തന്നെ മാർഗം വേറെയില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ത്യകാലത്തിൽ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ ആത്മാവ് നമ്മളെ നേർനിലത്തിൽ നടത്തും. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായിട്ടുണ്ട്. അവിടുന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് വ്യക്തമായ ബോധം വരുത്തി നമ്മളെ വഴി നടത്തും. അതിനായി സഹായിക്കുവാനായി വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ഭാഷയിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ആസാദി ചാനലിനെയും ദേവദാസിനെയും ദേവദാസിയെയും ദൈവ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിൽ സമയം ഒരുപാടായി, ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ബാക്കി കട്ട് ചെയ്ത് കളയുന്നതിൽ എനിക്ക് വിരോധമില്ല. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റർക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ, ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും സന്തോഷം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ വാത്സല്യ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിൽ അമേൻ കർത്താവെ ആസാദി ചാനലിലൂടെ അല്പമായി കർത്താവെ ഞങ്ങളുടെ സാക്ഷ്യത്തെ അമേൻ അറിയിക്കുവാൻ ദൈവം ഒരുക്കുന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന അനേകായിരങ്ങളുണ്ടല്ലോ പരിശുദ്ധനെ. അമേൻ, അവരിൽ നിന്നും യാതൊരു പുകഴ്ചയോ വ്യത്യസ്തതയോ ഉണ്ടായിട്ടല്ല നാഥ. ഹല്ലേലൂയ. അവിടുത്തെ മഹാകരുണ, അവിടുത്തെ മഹാകൃപ മാത്രം കർത്താവെ തിരുസന്നിധിയിൽ ഇപ്രകാരം അടിയങ്ങൾക്ക് എന്റെ ദൈവത്തെ ഹല്ലേലൂയ അവൻ സാക്ഷിക്കുവാൻ അവസരം ലഭിച്ചത്. അവൻ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ കരുണയുടെ കരങ്ങളിൽ അവൻ അടിയങ്ങളെ കേൾക്കുന്ന സകലരെയും അടിയങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവത്തെ രുചിച്ചറിയുവാൻ ഓരോരുത്തർക്കും ദൈവം അവസരത്തെ നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന ദൈവവചനത്താൽ അവൻ യേശു കർത്താവിനെ ഞങ്ങൾക്ക് നൽകി തന്ന അവൻ പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അവൻ കർത്താവെ അനാചാരങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിട്ട് പാരമ്പര്യ പൈശാചിക വ്യാപാര ശക്തികളിൽ നിന്ന് സ്വതന്ത്രരായി എന്റെ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. പരിശുദ്ധാത്മാ അവിടുന്ന് തുണ നിൽക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ പ്രിയനെ. കാലഘട്ടങ്ങൾ ഞങ്ങളെ അത് വിളിച്ചോതുമ്പോൾ അവൻ ഹല്ലേലൂയ കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരെ ചുരുക്കം, കൊയ്ത്തിന് യജമാനനോട് വേലക്കായി അപേക്ഷിക്കുവാൻ കൽപ്പിച്ച കർത്താവെ, ഇന്ന് ഹല്ലേലൂയ സാക്ഷ്യം കേൾക്കുമ്പോൾ അനേകർ കർത്താവെ എന്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരായി തീരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ നല്ല ദാനങ്ങളാൽ നിറയ്ക്കും. അവൻ രോഗഭാരങ്ങളിലായിരിക്കുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും വിടുതലും കർത്താവ് നൽകും. കടബാധ്യതകളാൽ അവൻ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ നിന്റെ ദൈവമേ അവിടുന്ന് പ്രത്യാശയെ നിറച്ച് ദിവ്യ സമാധാനത്താൽ അവൻ തന്റെ ഹല്ലേലൂയ മഹത്വമുള്ള ധനത്താൽ അവൻ കർത്താവ് വിടുതലും സ്വാതന്ത്ര്യവും നൽകും. എന്റെ കർത്താവ് അടിയങ്ങൾക്ക് കുടുംബത്തിന്റെ തലമുറകൾക്ക് നൽകി തന്ന വിടുതലും സ്വാതന്ത്ര്യ ആശ്വാസവും അവൻ അടിയങ്ങളെ കേൾക്കുന്ന സകലരും അനുഭവിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആസാദി ചാനലിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിലൂടെ ചെയ്തെടുക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദേവദാസനായ ദേവദാസിക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. അന്ത്യകാലത്തിന്റെ വിലപ്പെട്ട ശുശ്രൂഷ ചെയ്തെടുക്കാൻ ഞങ്ങൾ എല്ലാവരെയും ദൈവം ഉപയോഗിക്കണം. അമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കുവാൻ അമേൻ കർത്താവെ എന്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന പാതയിലൂടെ ഏകാഗ്രതയോടെ മുന്നേറുവാൻ സഹായിക്കണമേ. എല്ലാ നല്ല ദാനങ്ങൾക്കായും സ്തോത്രം. മുഴുവൻ മഹത്വം അവിടത്തേക്ക് യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസകാവൽ നാം എല്ലാവരുടെയും പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ശുഭസിസ്റ്റമേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, മിനിസ്റ്ററുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രേക്ഷകരോടും നന്ദി പറയുകയാണ്. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹവും അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. പിന്നെയും കർത്താവ് ശക്തമായിട്ട് കുടുംബമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.